ആദരണീയരായ ചെറിയപ്പി ഉസ്താദ് വല്യപ്പി ഉസ്താദിന്റെ അതേ പകർപ്പ് ചെറിയ പ്രായം മുതൽ സുൽത്താനുൽ ഉലമയോടൊപ്പം ചേർന്ന് ഇൽമിനു വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച വ്യക്തിത്വം. യഥാർത്ഥത്തിൽ തന്റെ ജീവിതം ഭൗതികമായ ലോകത്ത് ആർക്കു വേണ്ടി എന്ന് ചെറിയ പിസ്താനോട് ചോദിച്ചാൽ ഉത്തരം പറയാ ശൈഖുനാക്ക് വേണ്ടി എന്നാണ്. അവിടെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഗുരുശിഷ്യ ബന്ധത്തിന്റെ ശ്രേഷ്ഠമായ തലങ്ങളുണ്ട്. മുതഅല്ലിമീങ്ങളാണല്ലോ ഈ സദസ്സിൽ കൂടുതലുള്ളത്. ഒരു ഗുരുവിനെ എങ്ങനെയാണ് ഒരു ശിഷ്യൻ കാണേണ്ടത്, എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, എങ്ങനെയാണ് അനുധാവനം ചെയ്യേണ്ടത് എന്നതിന്റെ കൃത്യമായ മാതൃക ബഹുമാനപ്പെട്ട ചെറിയപ്പി ഉസ്താദിന്റെ ജീവിതത്തിലുണ്ട്. പ്രകൃതിപരമായ ചില കാര്യങ്ങളുടെ അനുകരണം എന്നുള്ളത് അത് നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്നതല്ല. അത് അള്ളാഹു കൊടുക്കുന്നതാണ്. രൂപം കൊണ്ട്, ഭാവം കൊണ്ട്, ശബ്ദത്തിന്റെ സാമ്യതകൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് അങ്ങനെ സംഭവിച്ചു എന്ന് പറയാം. അതേസമയം അല്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ ആദരണീയരായ ശൈഖുന ഉസ്താദ് അവർക്ക് നിഴലായി ജീവിച്ച് കഴിഞ്ഞുപോയ ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യരായ ചെറിയപ്പി ഉസ്താദ്. ദറസ് കാലത്തു തന്നെ ഉസ്താദ് സംഘടനാപരമായി സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു കാര്യങ്ങളും തിരക്കായപ്പോൾ അവിടെ ആ ദർസിന്റെ കാര്യത്തിൽ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമയ്ക്ക് നിർഭയത്വം ഉണ്ടായത് ആരെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ശിഷ്യനെ കൊണ്ടാണ്. ധൈര്യത്തിൽ ഉസ്താദിന് എവിടെയും പോവാ, ഒരു സബക്കും മുടങ്ങൂല, മുതഅല്ലിമീങ്ങൾക്കൊന്നും നഷ്ടമാവില്ല. തന്നിൽ നിന്നുള്ള ഇൽമ് എങ്ങനെയൊക്കെ സ്വായത്തമാക്കാൻ പറ്റുമോ ആ വിധത്തിൽ എല്ലാ വിധത്തിലും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ബഹുമാന്യരായ സുൽത്താനുൽ ഉലമയെ ഇൽമിന്റെ വഴിയിൽ അത്രമേൽ ഉപയോഗിച്ച ശിഷ്യന്മാർ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. എല്ലാ സന്ദർഭങ്ങളിലും ആകെക്കൂടെ 2 വർഷമാണ് സുൽത്താനുൽ ഉലമയുമായി കുറച്ച് അകലം പാലിച്ചു നിന്നത്, എന്നാൽ വിട്ടു നിന്നെന്നർത്ഥം. അത് ബാഖിയാത്തിൽ പഠിക്കുമ്പോഴാണ്. ആ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പഠിക്കുന്ന സമയത്ത് പോലും ദീർഘമായ കത്തുകൾ എഴുതി ഇൽമിയായ കാര്യങ്ങൾ ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി കത്തെഴുതി വിഷയങ്ങൾ മുശാവറത്തിന്, അന്നത്തെ സൗകര്യം അങ്ങനെയാണല്ലോ, ഇന്നത്തെ പോലെ ഫോണും സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ സാധ്യമാകുന്ന ഒരു മാധ്യമത്തെ ഉപയോഗപ്പെടുത്തി അങ്ങനെ വിട്ടു നിൽക്കുമ്പോഴും ഇൽമിയായ ഒരുപാട് മുശാവറത്തുകൾ എഴുത്തിലൂടെ നിർവഹിച്ചതിന്റെ സുന്ദരമായ അനുഭവങ്ങളും. അങ്ങനെ കത്തെഴുതുമ്പോ ശൈഖുന സുൽത്താനുൽ ഉലമ തിരിച്ച് ആ കത്തുകൾക്ക് വിശദമായ മറുപടി എഴുതിയിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വൈജ്ഞാനികമായ വിഷയത്തിൽ അതിന്റെ ഖിദ്മത്തുകളിൽ അത് സ്വന്തം സ്വായത്തമാക്കുന്നതിലും അതിനെ ഉസ്താദിന്റെ ഒരു താല്പര്യത്തെ മനസ്സിലാക്കി അതിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിനും വല്ലാതെ സേവനം ചെയ്ത വ്യക്തിത്വമാണ് ആദരണീയരായ ചെറിയപ്പി ഉസ്താദ് അവറുകൾ. അതുകൊണ്ട് തന്നെ ദറസുകാലത്തു മുതൽ സുൽത്താനുൽ ഉലമയ്ക്ക് അതിന്റെ വിഷയത്തിൽ യാതൊരു ബേജാറുമില്ല. മർക്കസു സഖാഫത്ത് സുന്നിയിലെ ആദരണീയരായ പണ്ഡിതന്മാർ, മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അനല്ലൂർ അബ്ദുൽ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ചെർസോൽ ഉസ്താദ് തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ വിടവുകൾ ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ മർക്കസില് ബഹുമാനപ്പെട്ട ചെറിയപ്പി ഉസ്താദിനെ കൊണ്ടുവരുന്നതിന്റെ ഒരു താല്പര്യം അതാണ്. ആ വിടവുകൾ നികത്താൻ പറ്റുന്ന ഒരാൾ,
അത് ആദരണീയരായ ചെറിയ പി ഉസ്താദാണ് എന്ന് ശൈഖുനാക്കറിയാം. അവരത്ത് അമ്മമാരുടെ സമ്മതം കിട്ടൂല എന്നതുകൊണ്ട് ആദ്യകാലത്ത് ഭാഗികമായ ചില ദിവസങ്ങളിലും അതിൽ അവയിലത്ത് തങ്ങളുടെ വഫാത്തിനു ശേഷം പൂർണ്ണമായും മർക്കസിലേക്ക് ശൈഖുന തന്നെ പിടിച്ചിങ്ങോട്ടാക്കിയതാണ്. അതെന്തുകൊണ്ട്? പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ആ വിടവിനെ ഒരു പരിധിയോളം മർക്കസിൽ തീർക്കാൻ ആർക്ക് കഴിയും? അത് തന്റെ ശിഷ്യന് കഴിയും. ആ കഴിയുമെന്ന ഉറപ്പ് ആർക്കാണ് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്? ഒരു മുത്തല്ലിമിനെ കുറിച്ച് ആർക്കാ ഏറ്റവും കൂടുതൽ അറിയാം? സ്വന്തം വാപ്പാക്കല്ല, ഉമ്മാക്കല്ല, പിന്നെ ആർക്കാണ് അറിയാ? ഉസ്താദുമാർക്കറിയാം. ചിലപ്പോൾ ശിഷ്യന്മാർക്ക് എനിക്ക് തന്നെയാണ് എന്നെ കുറിച്ച് കൂടുതൽ അറിയാ എന്നൊരു തോന്നൽ ചിലപ്പോൾ വരാറുണ്ട്. അതിന്റെ പേരിൽ ചിലപ്പോൾ ഇങ്ങനെ വസ്വാസുകൾ ഉണ്ടാകാറുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. എന്നെക്കുറിച്ച്, ഒരു മുത്തല്ലിമിനെ കുറിച്ച് അവന് തന്നെയാണ് അറിയാം, അവനറിയും എന്നത് ശരിയാണ്. പക്ഷെ അവൻ അറിയുന്നത് കറണ്ട് ഈ സമയത്തുള്ള അവസ്ഥയാണ്. അതേസമയം അവന്റെ ഭാവിയെക്കുറിച്ചുകൂടെ ധാരണയോടുകൂടെ സംസാരിക്കാൻ പറ്റുന്നത് ഉസ്താദുമാർക്കാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള അറിവ് അത് പഠിക്കുന്ന വിദ്യാർത്ഥിയേക്കാൾ കൂടുതൽ ആ വിദ്യാർത്ഥിയെ പാകപ്പെടുത്തുന്ന ഉസ്താദുമാർക്കുണ്ട്. അപ്പൊ ഒരു ഉസ്താദിനാണ് ഒരു ശിഷ്യനെ കുറിച്ച് കൃത്യമായി അറിയാം. ആ ശിഷ്യൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആർക്കറിയും? ഉസ്താദുമാർക്കറിയും. അപ്പൊ പിന്നെ അവിടെ മുത്തല്ലിമീങ്ങൾക്ക് ശിഷ്യന്മാർക്കൊരു ഓപ്ഷൻ ഇല്ല. ഉസ്താദുമാരെന്താണോ പറയുന്നത് അതാണ്. അപ്പൊ മർക്കസിൽ മുദരിസ് ആകണം എന്ന് ഉസ്താദ് പറഞ്ഞാൽ ആകല് തന്നെയാണ്. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അവിടെ ആകാൻ പറ്റുമോ എന്ന് സ്വന്തത്തെക്കാൾ കൂടുതൽ അറിയുന്നത് തന്റെ ഗുരുവിന് തന്നെയാണ് എന്നതുകൊണ്ടുകൂടെയാണ് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് മർക്കസിലേക്ക് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മർക്കസിൽ ഏതു സംഗമം നടക്കുകയാണെങ്കിലും, ഇനി ഉസ്താദുമാർക്ക് വേണ്ടി എന്ത് മീറ്റിംഗ് നടക്കുകയാണെങ്കിലും, ശൈഖുനാ സുൽത്താനുൽ ഉലമ തന്റെ ശിഷ്യനെ കൊണ്ട് ഒരു 4 വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ സമയമെങ്കിലും സംസാരിപ്പിക്കാത്ത ഒരവസരം ഉണ്ടാവൂല. എന്തുകൊണ്ടാണത്? അവിടുന്ന് സംസാരിച്ചാൽ ഗുണപരമായ ചില കാര്യങ്ങൾ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം ഒരു ഗുരുവിനുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദരണീയരായ ചെറിയ പി ഉസ്താദിന്റെ മഹത്വം മനസ്സിലാകാൻ ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഗുരുവിന് ഇത്രമേൽ നിർഭയത്വവും, ഒരു ഉസ്താദിന് ഇത്രമേൽ മഹബത്തും, ഒരു ഗുരുവിന് ഇത്രമേൽ പ്രതീക്ഷയും, ഒരു ഗുരുവിന് ഇത്രമേൽ സമാധാനവും ഒരു ശിഷ്യനിലുണ്ടെങ്കിൽ ആ ശിഷ്യൻ വലിയ ഭാഗ്യമുള്ളയാളാണ്. ആ ഭാഗ്യം ആർക്ക് സിദ്ധിച്ചിട്ടുണ്ട്? ആദരണീയരായ മർഹൂം AP മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അത് ലഭിച്ചിട്ടുണ്ട്. അത് തന്നെ മതി വലിയ സമ്പാദ്യമായിട്ട്. വേറൊന്നും അവിടുത്തെ മഹത്വത്തെ മനസ്സിലാക്കാൻ, അവിടുത്തെ വൈജ്ഞാനികമായ പരപ്പ്, വിശാലത, ഇതൊന്നും ആലോചിക്കേണ്ടതില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ അവരുടെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ മാത്രമുള്ള തെളിവുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ അവിടുത്തെ ജീവിതം നോക്കൂ. വളരെ ലളിതമായ ജീവിതം. പലപ്പോഴും അടുത്തിടപഴകിയിട്ടുണ്ട്. നമ്മൾ ചെറിയ മുത്തല്ലിമാണ്, പക്ഷെ നമ്മളെപ്പോലും വലിയ പരിഗണനയാണ് ആര് നൽകുക? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നൽകുക. ചിലപ്പോ ചില വേദികളിലൊക്കെ ഒന്നിച്ച് ഉണ്ടാകുമ്പോ അവിടെയും നമ്മളോടുള്ള സംസാരവും നമ്മളോടുള്ള ഇടപഴക്കവും, എത്ര വലിയ പണ്ഡിതനാണ്, സമസ്തയുടെ സെക്രട്ടറിയാണ്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ആ മഹാപ്രതിഭ, ആ അതേസമയം ആളുകളെ ഖൽബില് വലിയ സ്വീകാര്യതയുണ്ട്. അങ്ങനെയുള്ള അവിടുന്ന് പോലും ചെറിയ നമ്മളെപ്പോലെയുള്ള ആളുകളെ വല്ലാതെ പരിഗണിക്കുകയും വല്ലാതെ ഗൗനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, അത് വിനയമുള്ള മനസ്സിന് മാത്രമേ കഴിയുള്ളൂ. നമ്മളൊക്കെ സ്വഭാവം എന്താണ്? നമ്മളൊക്കെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് വലിയ ആള് എന്ന തോന്നല്. ബാക്കിയുള്ളവരൊക്കെ ചെറുതാണ് എന്ന് നമുക്കിങ്ങനെ സ്വയം തോന്നുകയാണ്. അതേസമയം ചെറിയ ഒരാളെ പോലെയും വലുതായി കാണാനുള്ള കഴിവ്, അത് അപാരമായ ഒരു കഴിവാണ്, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ അടയാളമാണ്. എന്നു മാത്രമല്ല, ഏതു പ്രയാസങ്ങളെയും സഹിക്കാനുള്ള ശേഷിയുണ്ട്. ഞാൻ നിങ്ങൾ ഓർമ്മിച്ചു പോവുകയാണ്.
എൻ്റെ ജ്യേഷ്ഠൻ മർക്കസിൽ ആർട്സ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോ ആ സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷങ്ങൾക്ക് മുമ്പ്, ആ കാലഘട്ടത്തിൽ ബഹുമാനരായ ചെറിയപ്പി ഉസ്താദ് ഇടയ്ക്ക് പരിപാടിക്ക് പോകുമ്പോ ജ്യേഷ്ഠനെ കൂടെ കൊണ്ടുപോകും. കുറച്ചൊക്കെ പ്രസംഗിക്കാൻ അറിയാം. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചു പോകും. മർക്കസ് ആർട്സിലാണ്, മുത്തല്ലിമൊന്നുമല്ല. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് പരിഗണിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രദ്ധ ഉണ്ടാകും. അങ്ങനെ ഒരവസരത്തിൽ വടകരക്കടുത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ, പരിപാടി കഴിഞ്ഞ് രാത്രി അവിടെയുള്ള ഒരു പള്ളിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുമ്പോ വിരിപ്പില്ല, തലയണയില്ല, പുതപ്പില്ല, ഒന്നുമില്ല. ആ സ്ഥലത്ത് ഒരു പരിഭവമില്ലാതെ അവിടെ കിടന്നുറങ്ങുമ്പോ, ജ്യേഷ്ഠൻ കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടിയാണല്ലോ, അപ്പൊ കുറച്ച് തണുപ്പുള്ള സമയമായതുകൊണ്ട് ആദരണീയായ ചെറിയപ്പി ഉസ്താദ് അവിടുത്തെ ഒരു പഴയ മട്ടത്തിലുള്ള ജുബ്ബുണ്ട്, അത് അഴിച്ചിട്ട് ജ്യേഷ്ഠന് കൊടുത്തിട്ട്, ഇത് പൊടച്ചോ, ചെറിയൊരു തണുപ്പ് എന്നുള്ള സംരക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പുതപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു മഹാപണ്ഡിതന്റെ വിനയപൂർണമുള്ള ഒരു സ്വഭാവം തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളോ കാര്യങ്ങളോ അല്ല പരിഗണിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ ആലോചിക്കുകയും അത് ഗൗരവത്തിൽ കാണുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവം. ഇതെന്തിനാണ് പറയുന്നത്? ഉസ്കുറു മഹാസിന മൗതാക്കും, മരിച്ചവരുടെ നന്മകൾ പറയണം എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ മരിച്ചവരുടെ നന്മകൾ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം? അത് മുഅ്മിനീങ്ങളെ കൽബിൽ അവരോട് മഹബ്ബത്ത് ഉണ്ടാകും. ആ മഹബ്ബത്തിന്റെ ഭാഗമായി അവരോട് നല്ല സ്നേഹത്തോടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അത് മാത്രല്ല, മറിച്ചോ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം നന്മകൾ എന്റെ ജീവിതത്തിലും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കേണ്ടതാണ്. അവര് മരിച്ചപ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് നന്മകൾ പറയാനുണ്ടല്ലോ, എന്നാൽ ഞാൻ മരിച്ചാൽ എന്നെ കുറിച്ച് എന്ത് നന്മയാണ് പറയാനുണ്ടാകുക? എന്റെ ജീവിതത്തിലും ചില നന്മകൾ ഉണ്ടാകണമല്ലോ എന്ന ആലോചനയും അവരുടെ ജീവിതത്തിലെ നല്ല മാതൃകകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരവസരവും അത്തരം പറച്ചിലുകളെ കൊണ്ടുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ മരിച്ചവരുടെ നന്മകൾ പറയണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എന്താണ് സൂചിപ്പിച്ചത്? പറയുന്ന എന്റെ ജീവിതത്തിൽ വിനയുണ്ടാകാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തെ നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കുന്ന ഒരു സ്വഭാവം എന്നിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇൽമിനോട് അങ്ങേ അറ്റത്തെ താല്പര്യം, ആ താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കണം, ഒരിക്കല് ബഹുമാനപ്പെട്ട ചെറിയപ്പി ഉസ്താദ് വിദേശ യാത്ര ഒന്നും നടത്താറില്ല. വളരെ പരിമിതമായ യാത്രകളെ നടത്തിയിട്ടുണ്ടാവും. നടത്തണം എന്ന് വിചാരിച്ചാൽ ഒരുപാട് യാത്രകൾ നടത്തുകയും പലരും പലപ്പോഴും വിളിക്കാറുമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. ഒരിക്കല് ശൈഖുനാ സുൽത്താൻ ഉലമ നിർബന്ധിച്ച് UAE പറഞ്ഞയച്ചു. അങ്ങനെ പറഞ്ഞയച്ചപ്പോ അവിടെ മർക്കസ്, ദുബൈ മർക്കസിൽ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത് അവിടെ വേറെയും പരിപാടികൾ അവിടെ സെറ്റ് ചെയ്യപ്പെട്ടു. അപ്പോ സുൽത്താനുൽ ഉലമ അവിടെ വന്നു. സുൽത്താൻ അവിടെ വന്നപ്പോ അവിടെ ഒരു ദിവസം കൂടെ ഉണ്ടായി. ആ പരിപാടിയിൽ ചെറിയപ്പി ഉസ്താദും പങ്കെടുത്തു. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചെറിയപ്പി ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ നാളെ പോവാണ്, നിങ്ങൾ ഇവിടെ കുറെ ആളുകൾക്ക് നിങ്ങൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ട് നിങ്ങളോട് വന്നാൽ മതി, ഞാൻ എന്റെ ബുഖാരി ഒന്നും വെറുതെ കളണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടും അല്ല യാത്രക്ക് വേണ്ടി ഒരുങ്ങിയപ്പോ തിരിച്ച് ചെറിയപ്പി ഉസ്താദ് പറഞ്ഞു, നിങ്ങള് നാളത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? എന്നാൽ അതേ ഫ്ലൈറ്റിൽ തന്നെ എന്റെ ടിക്കറ്റും കൂടെ ഉറപ്പിച്ചാളി, ഞാൻ ഇവിടെ നിൽക്കണില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് ദർസ് നടത്തിക്കോളാം എന്ന് മഹാനായ ഉസ്താദ് പറഞ്ഞ് നിർബന്ധപൂർവം സുൽത്താനുൽ ഉലമയോടൊപ്പം തിരിച്ചു പോന്നു. അവിടെ നിന്നില്ല ആരും പറഞ്ഞിട്ട്. അത്രമേൽ ഇൽമിനോടുള്ള മഹബ്ബത്തും ഗുരുവിനോടുള്ള വല്ലാത്ത താല്പര്യവും അത് ജീവിതത്തിൽ എപ്പോഴും. ഒരു വിദേശ യാത്ര എന്നൊക്കെ പറഞ്ഞാല് അവിടെയൊക്കെ കുറച്ച് പ്രത്യേകിച്ച് ഇൽമിന്റെ അഹ്ലുകാരാവും പരിപാടികളൊക്കെ ഉണ്ടാവും, അത് പങ്കെടുത്തു പോരുക, അതാണ് സ്വാഭാവികമായ നമ്മുടെ താല്പര്യം ഉണ്ടാകുക. പക്ഷെ അതിനെ അശേഷം വില കൽപ്പിക്കാതെ അതിനേക്കാളും പ്രധാനം ഇതാണ്. അതേപോലെ തന്നെ തന്റെ ഗുരുവിനോടൊപ്പമുള്ള ആ ഒരു സഹവാസത്തെ ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതിന്റെ അനുഭവം.
ഉസ്താദ് പല ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്ന് വന്നതല്ലേ, കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മെല്ലെ അവിടെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. പക്ഷെ അതിന് തീരെ വിധേയപ്പെടാതെ ഉസ്താദിനോടൊപ്പം തന്നെ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, തിരിച്ചിങ്ങ് പോന്നു. ഞാൻ ഇതെന്തിനാണ് സൂചിപ്പിച്ചത്? ഇൽമിനോടുള്ള വല്ലാത്ത താല്പര്യമാണ്. ഇൽമിനു വേണ്ടിയുള്ള ആ ഒരു സമയം ചെലവഴിക്കുന്നതിന്റെ വല്ലാത്ത താല്പര്യം ദുനിയാവിനോടുള്ള തീരെ താല്പര്യമില്ലായ്മയുമാണ്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, പക്ഷേ അതിനെ ഒന്നും പരിഗണിക്കാതെ നേരെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതിന്റെ ആ ഒരു സ്വഭാവം, അങ്ങനെ എത്ര അനുഭവങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ആ നിലക്ക് ഇൽമിനു വേണ്ടിയും ഉസ്താദിനു വേണ്ടിയും ഖിദ്മത്ത് ചെയ്തയാളാണ് ആദരണീയരായ ചെറിയ ഉസ്താദ്. അല്ലാഹു അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, മുഅ്മിനീങ്ങളെ കൽബ്, ആ കൽബിൽ ഇങ്ങനെ നിറയാണ്, ആ കൽബിൽ ഇങ്ങനെ നിറയുകയാണ്. എല്ലാവരും സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. എത്രയോ ആളുകൾ ഒറ്റക്കിരുന്നുമല്ലാതെയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. പല നാടുകളിലും സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. എത്രയോ നല്ല നല്ല മനുഷ്യർ അവര് പ്രാർത്ഥന നിർവഹിക്കുകയാണ്. എന്തേ അവരീ ഉമ്മത്തിനു വേണ്ടി ചെയ്തത്? അവർ ഇവിടെ ഒരു അധികാരിയായിട്ടില്ല, ഭൗതികപരമായ എന്തെങ്കിലും അവർക്ക് പറയാനില്ല. പിന്നെയോ ആകെയുള്ളത് പരിശുദ്ധമായ ഇൽമിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തു എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൽമിനു വേണ്ടിയുള്ള ആ ഒരു സഞ്ചാരമുണ്ടല്ലോ, അതിനു വേണ്ടിയുള്ള സമയം ചെലവഴിക്കലുണ്ടല്ലോ, അത് ചെറിയ കാര്യമല്ല, അത് വല്ലാത്ത മഹത്വമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ നല്ല ഒരു ദർസ്, ഖുർആൻ മനപ്പാഠമാക്കുന്ന ഹാഫിളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല സംരംഭങ്ങൾ, വിശുദ്ധ ഖുർആൻ ഖത്മുകൾ പൂർത്തിയാക്കിയിട്ടുള്ള മജ്ലിസുകൾ, ഇതേപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ടുള്ള സ്വലാത്തിന്റെ മജ്ലിസുകൾ, ഇതെല്ലാം വലിയ ബറക്കത്തുള്ളതാണ്, വലിയ സമ്പാദ്യമാണ്. അല്ലാഹു ഇത് നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ നാട്ടുകാര് വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഇൽമിന്റെ അഹ്ലുകാർ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് അതിന്റെ ബറക്കത്തുണ്ട്, അതിന്റെ നേട്ടമുണ്ട്. ഇൽമുമായി ബന്ധപ്പെട്ട് ആരും ഒരിക്കലും ഖായിബാകൂല. ഏറ്റവും വലിയ സമ്പാദ്യം അത് ഇൽമാണ്. അതേ, ആ സമ്പാദ്യമാണ് ആലിമീങ്ങൾക്കുള്ളത്. ആലിമീങ്ങൾക്കുള്ളത് ആ സമ്പാദ്യമാണ്. മഹാനായ ചെറിയ ഉസ്താദിനെ നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് അവരുടെ ഇൽമിനെ കണ്ടതുകൊണ്ടാണ്, ഇൽമിനെ പരിഗണിച്ചത് കൊണ്ടാണ്. ഈ നാട്ടിലുള്ള പലർക്കും വ്യക്തിപരമായ ഒരു കാര്യവും ഒരുപക്ഷേ ഉസ്താദിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവില്ല. അതേസമയം ഈ ഉമ്മത്തിന് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്, വലിയ ഗുണമുണ്ടായിട്ടുണ്ട്. അത് ഈ മഹത്തായ ദീനിന്റെ ഇൽമിന്റെ ഖിദ്മത്താണ്. ഇനി ഒന്നുകൂടെ പറയട്ടെ, സ്നേഹാതുരമായ മനസ്സോടെ, നിഷ്കളങ്കമായ മനസ്സോടെ, വേറെ ഒരു താല്പര്യവുമില്ലാതെ വിശ്വാസികൾ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ, സ്മരിക്കുന്നുണ്ടോ? അതാരെയാണ്? അത് ഇൽമിന്റെ അഹ്ലുകാരെയാണ്. എന്ന് മാത്രമല്ല, ലോകത്ത് ഒരിക്കലും സമാനതകളില്ലാതെ ഓർമ്മിക്കപ്പെടുന്നവരാരാ? വൈജ്ഞാനികമായ രംഗത്ത് മികവ് കാണിച്ചവരാണ്. അധികാരികളെയല്ല, രാജാക്കന്മാരെയല്ല, പണക്കാരെയല്ല, തറവാട്ടുകാരെയല്ല. അവരൊക്കെ ചിലപ്പോ ഓർമ്മിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതുപോലെ ഇടങ്ങാറ് ഉണ്ടാവോ എന്ന ബേജാറിന്റെ പേരിൽ ചിലപ്പോ ഓർമ്മിക്കും.
അല്ലെങ്കിൽ ചില പ്രോട്ടോകോളിന്റെ ഭാഗമായി ഓർമ്മിക്കും, അല്ലെങ്കിൽ ചരിത്ര പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോ ഈ മനുഷ്യന്മാരെയൊക്കെ പഠിക്കണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കും. അതൊക്കെ നിർബന്ധിതമായ ചില സാഹചര്യങ്ങളാണ്, നിർബന്ധിതമായ ചില പഠിക്കലും ഓർമ്മിക്കലുമാണ്. എന്നാൽ ഒരാളും നിർബന്ധിക്കാതെ, ഒരാളും സമ്മർദ്ദപ്പെടുത്താതെ, ഒരാളും പ്രത്യേകമായി പറയാതെ സ്നേഹത്തിന്റെ മനസ്സ് വെച്ചുകൊണ്ട് ഓർമ്മിക്കുന്നതാരെയാണ്, സ്മരിക്കുന്നതാരെയാണ്? അത് ഇൽമിന്റെ അഹ്ലുകാരെയാണ്. ഇൽമിന്റെ അഹ്ലുകാരെ ആവർത്തിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഓർമ്മിക്കാൻ ഒരുപാട് വകുപ്പുകളുണ്ട്. ഒന്നുകിൽ അവരുടെ ഇൽമിന്റെ നസ്റിന്റെ ഭാഗമായി അവർ രചിച്ച ഗ്രന്ഥങ്ങളാകാം, അല്ലെങ്കിൽ അവര് വാർത്തെടുത്ത പണ്ഡിതന്മാരാകാം, അതുമല്ലെങ്കിൽ അവരുടെ സ്തുത്യർഹമായ ജീവിതമാകാം. ഇതെല്ലാം കൊണ്ട് നമ്മൾ ഇങ്ങനെ അവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഈ ദർസിലും ബഹുമാന്യരായ ചെറിയ പി ഉസ്താദിന്റെ ശിഷ്യന്മാര് മുദരിസുമാരുണ്ടെന്നാണ്. അവർക്ക് കൂടെ ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയതെന്ന് എന്നോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതേ കരുവമ്പൊയിലുകാരനായ ഒരു മനുഷ്യന്റെ വൈജ്ഞാനികമായ വഴിയിലേക്ക് ഇവിടെയുള്ള ഉസ്താദുമാരിൽ ചില ആളുകൾ ചേർന്നു നിന്നപ്പോ അതിന്റെ ഫലം ഈ നാട്ടില് ലഭിക്കുന്നു. ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികൾക്ക് ലഭിക്കുന്നു. അപ്പൊ ആ ഉസ്താദ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ശിഷ്യന്മാരുടെ മനസ്സിലൂടെ, അവരുടെ ശിഷ്യന്മാരുടെ മനസ്സിലൂടെ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവരെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയേ, തങ്ങൾ പറയണം. എന്താണ് പറയേണ്ടത്? ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാണോ നബിയേ? ഒന്ന് ചോദിച്ചേക്കണേ. അല്ല, അല്ല, സമമല്ല. ഭൗതിക ജീവിതത്തിന്റെ സന്ദർഭത്തിലും സമന്മാരല്ല. ആത്മീയ ലോകത്തെ ജീവിതം ആലോചിച്ചാലും അവിടെ സമാനതകളില്ല. എല്ലായിടങ്ങളിലും വ്യത്യസ്തത തന്നെയാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അതേ ആലിമീങ്ങളെ മഹത്വം എന്താണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചല്ലോ, കഫദുലി അലാ അദ്നാകും, നിങ്ങളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളും ഞാനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ, എത്ര വേർതിരിവുണ്ടോ. ശ്രേഷ്ഠമായ തലങ്ങളെ വെച്ചളക്കുമ്പോൾ ആ ഫളിൽ എത്രമാത്രം മാറ്റമുണ്ടോ. ആ മാറ്റമാണ് സാധാരണക്കാരും പണ്ഡിതന്മാരും തമ്മിലുള്ളതെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇൽമിന്റെ വഴിയിൽ നമ്മൾ പോകുന്നതിന് മടി കാണിക്കേണ്ടതില്ല. അവിടെ ആശങ്കകൾ ആവശ്യമില്ല, അസ്വസ്ഥതകൾ വേണ്ടതില്ല. ദുനിയാവില് നമുക്ക് പത്രാസ് ഉണ്ടാവോ ഇല്ലേ എന്ന ചിന്ത വേണ്ടതില്ല. ഇതിന്റെ ഭാഗമായി എന്ത് ജോലി കിട്ടുമെന്ന് ആലോചിക്കേണ്ടതില്ല. ജോലിക്ക് വേണ്ടിയല്ല ഇൽമിന്റെ പഠനം, ഒരു ജോലിക്ക് വേണ്ടിയല്ല ഇൽമിന്റെ പഠനം. ജോലി എന്തുമാകാമല്ലോ. അമ്പിയാക്കൾ അതേ ആശാരിപ്പണി എടുത്തവരില്ലേ, അതേപോലെ തന്നെ കൃഷിപ്പണി ചെയ്തവരില്ലേ, കച്ചവടം നടത്തിയവരില്ലേ. ഇൽമിന്റെ ഏറ്റവും വലിയ അഹ്ലുകാരവരല്ലേ.
ഇനിയോ മഹാന്മാരായ അയിമ്മത്തുകളെ പരിശോധിച്ചു നോക്കൂ. അവർക്കും ജോലികളുണ്ടായില്ലേ? തൊപ്പി തിന്ന് ജീവിച്ച ഇമാമുമാരില്ലേ? കൃഷി ചെയ്തു ജീവിച്ച ഇമാമുമാരില്ലേ? കച്ചവടം ചെയ്തു ജീവിച്ച ഇമാമുമാരില്ലേ? അവർ ഇൽമിനു വേണ്ടി ഒരു ഭാഗത്ത് ഖുദ്മത്ത് ചെയ്യുന്നതോടൊപ്പം സ്വജീവിതത്തിന് വേണ്ടി വേറെ കാര്യങ്ങൾ അവർ കണ്ടെത്തിയിരുന്നു. നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്ത പണ്ഡിതന്മാർക്കും അതുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ബഹുമാന്യരായ ചെറിയ പി ഉസ്താദിനെ തന്നെ പരിശോധിച്ചു നോക്കിയാൽ മരിക്കുന്നതിന്റെ രോഗമാകുന്നതിന്റെ തൊട്ടു ദിവസം മുമ്പ് വരെ, തൊട്ടു മുമ്പത്തെ വ്യാഴം വെള്ളി വരെ കൈക്കോട്ടെടുത്ത് പറമ്പിൽ കൊത്തിയിരുന്നല്ലോ, കൃഷി ചെയ്തിരുന്നല്ലോ, കൃഷിയോട് ഇഷ്ടമായിരുന്നല്ലോ. അതെ, ഒരു ചെടി പോലും അനാവശ്യമായി നശിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ചെറിയ പിസ്സാന്റെ അനുജൻ പറഞ്ഞ അനുഭവം എന്താണ്? ഞങ്ങള് പറമ്പൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോ അനാവശ്യമായ ചില മരങ്ങളും ചെടികളും കാണുമ്പോ ഇങ്ങനെ വെട്ടാൻ വേണ്ടി നോക്കും. അപ്പൊ പറയും പറ്റൂല, അത് വെട്ടണ്ട, അത് അവിടെ നിന്നോട്ടെ എന്ന് പറയും. ഒരു ചെടിയോട്, ഒരു മരത്തിനോട് അത്രമേൽ സ്നേഹം മഹാനവറുകൾ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ്. അത് മഹാന്മാരുടെ ജീവിതത്തിലുള്ളതാണ്. നമ്മൾ കാണുകയും പരിചയിച്ചും ചെയ്ത ഒരുപാട് പണ്ഡിതന്മാർ, അവർ കൃഷി ചെയ്തവരുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്തവരുണ്ട്, മരക്കച്ചവടം നടത്തിയിട്ടുള്ള സമസ്തയുടെ ആലിമീങ്ങളെ നമുക്കറിയാമല്ലോ. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ ഓർമ്മിക്കാറുണ്ടല്ലോ അവിടുന്ന് മരക്കച്ചവടം ചെയ്തതിനെ കുറിച്ച്. ഇനി ലോകത്തിലെ വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. മഹാനായ സയ്യിദ് അലബി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അവർക്ക് സ്വന്തമായ വരുമാനത്തിന്റെ മാർഗമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, തന്റെ വരുമാനത്തിൽ നിന്ന് ശിഷ്യന്മാർക്ക്, തന്റെ മുന്നിൽ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ഭക്ഷണവും സൗകര്യമൊക്കെ കൊടുക്കുന്ന ഏർപ്പാടായിരുന്നു. അങ്ങനെ ശിഷ്യന്മാരെ വളർത്താൻ വേണ്ടി ചില ബിൽഡിങ്ങുകൾ തന്നെ നിർമ്മിച്ചു വെച്ചിരുന്നു. ആ ബിൽഡിങ്ങിന്റെ വരുമാനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇൽമിനു വേണ്ടി ആഗ്രഹിച്ച് തന്റെ സവിധത്തിലേക്ക് വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കിയത്. ഇങ്ങനെ ലോകോത്തര പണ്ഡിതന്മാരുടെയും കേരളീയ പണ്ഡിതന്മാരുടെയും ജീവിതം പരിശോധിച്ചാൽ അവരെ ജീവിതം അവര് പ്രശ്നമാക്കിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരജണ്ടയെ മുന്നിൽ വെച്ചുകൊണ്ടല്ല, ഇൽമിയായ വഴിയിൽ പഠനം ആരംഭിച്ചതും പഠനം പൂർത്തീകരിച്ചതും നമ്മൾ മനസ്സിലാക്കണം. പുതിയ കാലത്തുള്ള മുത്തഅല്ലിമീങ്ങൾ എന്താന്ന് ചോദിച്ചാൽ തുടങ്ങുമ്പോൾ തന്നെ എന്താ കിട്ടുക എന്നുള്ള ആലോചന. ഇങ്ങനെ പഠിച്ചിട്ട് പോയാല് ഒരിങ്ങനെ കണക്കൂട്ടാണ്, ഞാൻ മദ്രസ മുഅല്ലിമല്ലേ ആകുക, ഏതെങ്കിലും ഇമാമല്ലേ ആകുക, നാട്ടുകാർ ഇരുന്ന ശമ്പളം 4, 5, 6,000 അല്ലേ എന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്നാ പിന്നെ വേണ്ട എന്ന് വിചാരിക്കുകയാണ്. മഹാ അബദ്ധം ചിന്തയാണ്. ആ ചിന്ത ആവശ്യമേ ഇല്ലാത്ത ചിന്തയാണ്. ഇൽമിന്റെ നശ്റിന് ഒരുപാട് വഴികളുണ്ട്. അതിൽ ഏറ്റവും സന്തോഷകരമായ വഴിയാണ് മദ്രസ എന്നുള്ളത്. അത് ചിലപ്പോൾ എല്ലാവർക്കും സൗകര്യപ്പെട്ടോണമെന്നില്ല. അതെല്ലാ വഴിയിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് തന്നെ അറിയാം, ബിടെക് കഴിഞ്ഞിട്ട് തേരാപ്പാര നടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ. ഒരു എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് കോഴ്സൊക്കെ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ഗൾഫിൽ പോയാല് അങ്ങനെയുള്ള പല ആളുകളുമാണ് സൂപ്പർ മാർക്കറ്റില് സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നത്. എന്താ ഈ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താ കിട്ടിയിട്ടില്ല, ഇപ്പം ജോലി കിട്ടിയിട്ടില്ല. അവരിങ്ങനെ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തുക്കാൻ. ഇങ്ങനെ ഒരുപാട് ഭൗതിക അക്കാദമിക്കൽ തലത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ട് ആ ഉദ്ദേശിച്ച് ജോലി കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അത് പക്ഷേ അതിനെ ഒരു ദീനിയായ നിലക്ക് ഒരാൾ ആലോചിച്ചിരുന്നുവെങ്കിൽ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും, അവസരങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മളൊരു ജോലിയെ ഒരു ജോബ് ബേസ്ഡ് ആയിട്ടല്ല, ഇപ്പോ ഗോൾ സെറ്റിങ്ങും അതേപോലെ തന്നെ എയിമൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ആ കൂടെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ആ കൂടെ കൺഫ്യൂഷനാണ്. അങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. റിസ്കിന്റെ വിഷയത്തിൽ യാതൊരു സംശയവും അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾക്കില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇങ്ങനെ പറഞ്ഞ വേറൊരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല. എന്തൊരു തൗക്കീദാണ്, വല്ലാത്തൊരു ഉറപ്പിക്കലാണ് പടച്ചവൻ ഉറപ്പിച്ചത്. ഇന്നല്ലാഹ എന്ന് പറഞ്ഞുകൊണ്ട് തൗക്കീദിന്റെ എത്ര പ്രയോഗങ്ങളാണ്, 1 അല്ല 2 അല്ല 3 അല്ല, അതിലപ്പുറത്ത് ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ വേറൊരു കാര്യം നമ്മൾ കാണാൻ കഴിയില്ല.
എന്താണ്? ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ആ പ്രയോഗങ്ങൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ടില്ല. ജീവിതത്തിന്റെ വഴി അതെന്തായാലും മുട്ടൂല, അതൊരിക്കലും തടസ്സപ്പെടില്ല. അതിന് അള്ളാഹു വഴി കാണിച്ചു തരും എന്ന് ബോധ്യം ഒറ്റ ആയത്ത് മാത്രമേ നമ്മൾ ശരിക്കും നോക്കിയാൽ. അതിന്റെ നഹവിയായ ഖായിദയും കൂടെ വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണ്ടി, പഠിച്ചു നോക്കണ്ടി. എന്നാൽ ആ വിഷയത്തിൽ അള്ളാഹ് അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൽമിന്റെ വഴിയിൽ നമ്മൾ പോകുമ്പോ നമ്മൾ എവിടെ എത്തിപ്പെട്ടാലും ഇൽമിന്റെ ഖിദ്മത്ത് സാധ്യമാണ്. നമ്മൾ ഏതു നാട്ടിൽ ഏതു പ്രദേശത്തിലെത്തിയാലും ഇൽമിന് ആവശ്യമുള്ള എത്രയോ ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഏതെല്ലാം വിധത്തിൽ നമുക്ക് അവർക്ക് ഇൽമു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ നിർവഹിക്കേണ്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവമാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ഞാനിതെന്തിനാണ് സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്ത ആളുകളും സമമല്ല. ഇൽമിന്റെ അഹ്ലുകാർ അവർ വലിയ സ്ഥാനമുള്ളവരാണ്, വലിയ ഫളലുള്ളവരാണ് എന്ന് മാത്രമല്ല, പറഞ്ഞില്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ആർക്കെങ്കിലും ഖൈറ് ഉദ്ദേശിച്ചെങ്കിൽ അവർക്ക് അള്ളാഹു ഇൽമിൽ വിവരമുള്ളവരാക്കും, ഇൽമിൽ വിവരമുള്ളവരാക്കും. അപ്പൊ ആ ഇൽമിന്റെ അഹ്ലുകാരായി മാറാൻ അവസരമുണ്ടാകുന്നു എന്നുള്ളത് അവർക്ക് അള്ളാഹു ഖൈറിനെ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളമാണ്. അപ്പൊ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകളാണ് ഇൽമിന്റെ അഹ്ലുകാർ. അവർ ചില്ലറക്കാരല്ല, അവർ ചെറിയവരല്ല, വലിയ സ്ഥാനമുള്ളവരാണ്. ഞാൻ അതിന്റെ സ്ഥാനത്തെ കുറിച്ച് പറയുന്നില്ല. ബഹുമാന്യരായ ചെറിയ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയതാണ്, മുഅ്മിനീങ്ങളെ ലോകത്ത് ഇൽമിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ വേറെ ഒരാൾക്കും ഒരാദരവും മഹബത്തും ഓർമ്മിക്കലും ലഭിക്കുന്നതല്ല. നമ്മൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കുന്നു. നൂറ്റാണ്ടുകൾ എത്രയായി കഴിഞ്ഞുപോയിട്ട്. അതേ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർമ്മിക്കുന്നു. എത്ര നൂറ്റാണ്ടുകളായി കഴിഞ്ഞുപോയിട്ട്. അതേ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കുന്ന മാസമല്ലേ ഇത്? എത്ര നൂറ്റാണ്ടുകളായി കഴിഞ്ഞുപോയിട്ട്. നമ്മളെ ആരെങ്കിലും സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടോ? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? അല്ല, പ്രോട്ടോകോളിന്റെ ഭാഗമാണോ? അല്ലല്ലോ. നമ്മൾ അറിയാതെ അവരെ ഓർമ്മിക്കുന്നല്ലേ, ആദരവോടെ അവരെ കുറിച്ച് പറയുകയല്ലേ, സ്നേഹത്തോടെ അവരുടെ അവദാനങ്ങൾ പറയുകയല്ലേ. അതാണ് ഇൽമിന്റെ അഹ്ലുകാർക്ക് അല്ലാഹു നൽകുന്ന നേട്ടം. അവര് മരിച്ചാലും മരിക്കൂല, അവര് മരിച്ചാലും മരിക്കൂല. അവരിങ്ങനെ ജീവിക്കും, അവരിങ്ങനെ ജീവിക്കും. അതാണ് ആ ജീവിതമാണ്. അതേ ചെറിയ ഉസ്താദ് മരിച്ചതു മുതൽ നമ്മൾക്കിടയിൽ ഇങ്ങനെ അവർ ജീവിക്കുകയാണ്. ആ ജീവിതം പറച്ചിലുകൊണ്ടുള്ള ജീവിതമുണ്ട്, അവിടുത്തെ ശിഷ്യന്മാരിലൂടെയുള്ള ജീവിതമുണ്ട്. ഇനി ഒന്നുകൂടെ പറയട്ടെ, മഹാന്മാരായ പണ്ഡിതന്മാർ അവര് ചില്ലറക്കാരല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അതേ അവിടുന്ന് ഖാത്തിമുൻ നബീനാണ്, അവസാനത്തെ പ്രവാചകരാണ്. ഇനിയൊരു പ്രവാചകർ ആവശ്യമില്ലാത്ത വണ്ണം ഈ ലോകാവസാനം വരെ ദീനനെ നിലനിർത്താനുള്ള സംവിധാനം അല്ലാഹു സംവിധാനിച്ചു കഴിഞ്ഞു. അത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹത്വം കൂടിയാണ്. അവിടുത്തെ ഉമ്മത്തിന്റെ ഒരു ശ്രേഷ്ഠത കൂടെയാണ്. ഈ
ഈ ഉമ്മത്തിന് ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. ഈ ഒരു പ്രവാചകന്റെ ആവശ്യമില്ലാതെ ഈ ഉമ്മത്തിൽ ദീന് നിലനിൽക്കാനുള്ള വിധത്തിൽ അല്ലാഹു കാര്യങ്ങൾ സംവിധാനിച്ചു. പക്ഷേ റസൂലുള്ള പറഞ്ഞു, അതേ അമ്പിയാക്കൾക്ക് പകരം അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കൾ ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഉമ്മത്തിലെ ഉലമാക്കൾ അമ്പിയാക്കളുടെ അനന്തരവാമികളാണ്, അമ്പിയാക്കൾക്ക് പകരമുള്ള ആളുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്താണ് ആലിമീങ്ങൾ അനന്തരമെടുത്തത്? ദിർഹമല്ല, ദീനാറല്ല, പിന്നെ എന്താണ്? ഇൽമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനന്തരം കൊടുത്തത് വിശുദ്ധമായ ദീനാണ്, നൂറാകുന്ന ഇൽമാണ്. ആ അനന്തരം കിട്ടിയവരോ അവര് മഹത്തുക്കളാ. ആ മഹത്വം എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അതേ ഈ അറ്റം വരെ നമ്മൾ നിൽക്കുന്ന ഇൽമിന്റെ വഴിയിൽ ഇടപെടുന്നത് വരെ അണമുറിയാതെ ഒരു ചങ്ങല നിലനിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പിസാദിന്റെ ചങ്ങല സുൽത്താനുൽ ഉലമയിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഹദീസിന്റെ വടിയിൽ പണ്ഡിതന്മാരുണ്ട്, ഫിഖ്ഹിന്റെ വടിയിൽ ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുപരമ്പര ചെന്നു ചേരുന്നതോ ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാ. ആ ചങ്ങല ആർക്കും മുറിക്കാൻ കഴിയൂല. ഈമാനുണ്ടോ? അഹ്ലുസുന്നയുടെ വഴിയിലാണോ? അത് മുറിഞ്ഞു പോകൂല. അങ്ങനെ അണമുറിയാത്ത ചങ്ങലയിലേക്ക് കോർത്തിണക്കപ്പെടുന്നവരാണ് ഇൽമിന്റെ അഹ്ലുകാർ. മുത്തുനബി അനന്തരമായി കൊടുത്ത സമ്പാദ്യത്തെ ആവാഹിക്കാൻ അനുഗ്രഹം ലഭിച്ച ഭാഗ്യവാന്മാരാണ്. ആ വഴിയിലേക്ക് ചേരാൻ സൗഭാഗ്യം ലഭിച്ചവനാണ്. ഇൽമിന്റെ വഴിയിലേക്ക് പഠിക്കാൻ വന്ന മുതഅല്ലിമീങ്ങൾ. മക്കളെ, നമുക്കല്ലാഹു വലിയ ഭാഗ്യം തന്നിരിക്കുന്നു. ഇത് നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തത്തോട് പൂർത്തിയാക്കാൻ വേണ്ടി അങ്ങ് ശ്രമിച്ചാൽ അതിലൂടെ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും കേട്ടോ. വലിയ ഭാഗ്യമാണത്, വലിയ സമ്പാദ്യമാണത്. നിങ്ങൾ കണ്ടില്ലേ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മനുഷ്യന്മാരോട് ഓർമ്മിച്ചില്ലേ, മോനെ നീ എന്തിനാണ് അധ്വാനിക്കുന്നത്? പണമുണ്ടാക്കാൻ നീ അധ്വാനിക്കുകയാണ്, സമ്പത്തുണ്ടാക്കാൻ അധ്വാനിക്കുകയാണ്, അതിനുവേണ്ടി ഉറക്കൊടിയുകയാണ്, അതിനുവേണ്ടി നാടുവിടുകയാണ്, അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയാണ്. ഈ ത്യാഗങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചിട്ട് നമ്മളൊരു 1,00,000 റുപ്യ ഉണ്ടാക്കിയാല് എന്താ സംഭവിക്കുക? പിന്നെ ഇത് ഉള്ള ആൾക്ക് ആകെ ബേജാറാണ്, ആകെ ടെൻഷനാണ്. ഇതെവിടെയാ വെക്കുക? ഇതെവിടെയാ സൂക്ഷിക്കുക? ഇത് നഷ്ടപ്പെടോ? ആരെങ്കിലും കൊണ്ടുപോവോ? ആരെങ്കിലും കൊള്ളടിക്കോ? ഈ ബേജാറാണ്. ഈ ബേജാറിൽ ഈ പണത്തെ സമ്പാദിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സമ്പാദ്യത്തെ സുരക്ഷിതമാക്കാൻ അതിന് നമ്മൾ ലോക്കർ വാങ്ങേണ്ടി വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന, സമ്പാദിക്കുന്ന, നമ്മുടെ ആരോഗ്യം ചെലവഴിച്ചുകൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യത്തെ നമ്മൾ കാക്കണം, നമ്മൾ അതിനെ സൂക്ഷിക്കണം, അതിന് കാവല് നമ്മൾ നിൽക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ആ നിലക്ക് നമ്മൾ എല്ലാം ത്യജിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ കാവല് നിൽക്കണമെങ്കിൽ മോനെ, നീ എന്തൊരു വിവരക്കേടാണ് ചെയ്യുന്നത്? നിന്നെ സംരക്ഷിക്കുന്നത് എന്താണ്? ഇൽമല്ലയോ?
നീ എവിടെ എത്തിപ്പെടുന്നുവോ അവിടെ നിന്നെ സംരക്ഷിക്കാനുള്ളതാരാണ്? ഇൽമല്ലയോ? ദുനിയാവിലും അങ്ങനെയല്ലയോ? ആഖിറത്തിലും അങ്ങനെയല്ലയോ? ഒരു ജോലി കയറി ആ ജോലിയെ കുറിച്ച് എനിക്ക് വിവരമില്ലെങ്കിൽ ആ ജോലി നിൽക്കുവോ? നിൽക്കൂല, പിരിച്ചുവിടും. ആ ജോലിയെ കുറിച്ച് നിനക്ക് വിവരമില്ലെങ്കിൽ നിന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അതേപോലെ തന്നെ നീ ഏതു സ്ഥലത്തെത്തിയാലും ആ സ്ഥലത്തെക്കുറിച്ച് അവിടെ ആളുകളെ കുറിച്ച് എനിക്ക് വിവരമില്ലെങ്കിൽ നിനക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂല, നിനക്ക് അവിടെ സുരക്ഷിതത്വം ഉണ്ടാവൂല. നീ ഒരു നാട്ടിലേക്ക് പോവാണെങ്കിൽ ആ നാടിനെ കുറിച്ച് നിനക്ക് വിവരം ഉണ്ടാകണം. എന്നാലേ അവിടെ പോയിട്ട് നീ എന്താണോ ഉദ്ദേശിച്ച കാര്യങ്ങള് നിനക്ക് നിർവഹിക്കാൻ പറ്റൂ. അപ്പൊ നീ എവിടേക്ക് പോവാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ആ പോകുന്ന വിഷയമാണെങ്കിലും ചെയ്യാൻ പോകുന്ന കാര്യമാണെങ്കിലും അതൊക്കെ സ്വസ്ഥമായും സന്തോഷകരമായും പര്യവസാനിക്കണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിനക്ക് വിവരം വേണം. അപ്പൊ നിന്റെ ജോലിയെ നിലനിർത്തുന്നതാരാണ്? നിന്റെ വിവരമാണ്. നിന്റെ യാത്ര സക്സസ് ആക്കുന്നതാരാണ്? നിന്റെ വിവരമാണ്. നിന്റെ യാത്രയിൽ നിനക്ക് സുരക്ഷിതത്വം നൽകുന്നതാരാണ്? പോകുന്ന വഴിയെക്കുറിച്ച് അത് സുരക്ഷിതമാണോ അല്ലേ എന്ന വിവരം നിനക്കുണ്ടായാലല്ലേ നിനക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റൂ. അപ്പൊ നിന്റെ യാത്രയാണെങ്കിലും നിന്റെ ചലനമാണെങ്കിലും നിന്റെ നിശ്ചലമാണെങ്കിലും ഏതു കാര്യമാണെങ്കിലും അത് ദുനിയാവിന്റെ കാര്യമാണെങ്കിലും അവിടങ്ങളിലെല്ലാം നിന്നെ സംരക്ഷിക്കുന്നതാരാണ് മോനെ? പണമല്ല, പിന്നെ വിവരമാണ്. ഇനി ദീനിയായ നിലക്ക് ആലോചിച്ചാലോ, നിന്റെ അമലിന് നസീഹത്തുണ്ടാകണോ? നിന്റെ അമല് സ്വീകരിക്കപ്പെടണോ? അവിടെ ഈമാൻ വേണമല്ലോ, ഇൽമ വേണമല്ലോ. ഖുർആൻ പാരായണം സ്വീകരിക്കപ്പെടണോ? നീ അവിടെ പഠിക്കണ്ടേ? നീ തജ്വീദ് പഠിക്കണ്ടേ? നീ നിന്റെ നിസ്കാരത്തിന് സുഹ്ഹത്ത് വേണോ? അവിടെ ഫിഖ് നീ പഠിക്കണ്ടേ? നിന്റെ മനസ്സ് നന്നാകണോ? തസ്കിയത്തിന്റെ ഇൽമു വേണ്ടേ? ഇങ്ങനെ തുടങ്ങിയിട്ട് നിന്റെ അമലുമായും നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടു ഏതു വിഷയത്തിലും നിനക്ക് സുരക്ഷിതത്വവും നിനക്ക് വിജയവും വേണോ? അവിടെയെല്ലാം വിവരം ആവശ്യമാണല്ലോ, ഇൽമു ആവശ്യമാണല്ലോ. അപ്പൊ ദുനിയവിയായും ഉഖറവിയായും നിനക്ക് സംരക്ഷണം നൽകുന്നതാരാണ്? ഇൽമാണ് മോനെ. എല്ലാ സ്ഥലങ്ങളിലും നിന്നെ സംരക്ഷിക്കുന്നതാരാണ്? ഇൽമാണ്. നിന്നെ സംരക്ഷിക്കുന്ന ഇൽമിനു വേണ്ടി സമയം ചെലവഴിക്കാൻ നിനക്ക് മനസ്സില്ലല്ലേ? നീ സംരക്ഷിക്കേണ്ടി വരുന്ന പണത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടല്ലേ? നീ എന്തൊരു വിഡ്ഢിയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആ ചോദ്യം എത്ര പ്രസക്തമാണ്. അതല്ലേ ഇൽമിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇൽമുണ്ടായാൽ ഒരാൾക്കും നഷ്ടം വരൂല, ഒരാൾക്കും പരാജയം സംഭവിക്കൂല, ഒരാളും എവിടെയും കുടുങ്ങിപ്പോകൂല. എല്ലായിടങ്ങളിലും വിജയിക്കാനുള്ള പ്രാഥമികമായ ആയുധം അത് ഇൽമു തന്നെയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജോലിക്ക് വേണ്ടിയുള്ള പഠനവും അവന്റെ ജീവിതത്തിന്റെ ഏതൊരാവശ്യത്തിനു വേണ്ടിയുള്ള പഠനവും അതെല്ലാം പ്രതിഫലം ലഭിക്കുന്നത് തന്നെയാണ്. അതെല്ലാം പ്രതിഫലം ലഭിക്കുന്നത് തന്നെയാണ്. ഒന്നുകിൽ അവന്റെ ഫർള് ഐനായ കാര്യങ്ങൾ നിർവഹിക്കാനാണ്, അല്ലെങ്കിൽ ഫർള് കിഫയായ കാര്യങ്ങൾ നിർവഹിക്കാനാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന നിയ്യത്ത് മനസ്സിൽ വേണമെന്നേ ഉള്ളൂ. ആ നിയ്യത്തില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോ ജോലി എന്തിന് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് നിന്റെ കുടുംബത്തെ പോറ്റലാണ്
നടപ്പിലാക്കലാണെങ്കിൽ ഫർള് ഐനാണ്. ഇനി മസാലിഹിൽ മുഅ്മിനീങ്ങളുടെ ഒരുപാട് മസ്ലഹത്തുകളുണ്ട്. അതാണ് ഇൽമിന്റെ അഹ്ലുകാരെ സഹായിക്കല്, യതീമുകളെ സഹായിക്കല്, പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പല്, പള്ളി നിർമ്മിക്കല്, മദ്രസ ഉണ്ടാക്കല്, ഇൽമിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കല്, ഇതെല്ലാം മുസ്ലിമീങ്ങളെ മസ്ലഹത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഫർദ് കിഫയാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ മേൽ ബാധ്യതയുള്ളതാണ്. ഇസ്ലാമിക ദഅവത്ത് അതും നിർവഹിക്കൽ ബാധ്യതയാണ്. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. അതേസമയം കുറച്ചാളുകൾ അത് ചെയ്താലോ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ അധ്വാനിക്കുന്നത്, അല്ലാതെ ഭൗതികമായ ലോകത്തിന്റെ പളപളപ്പിനല്ല, ഇവിടെയുള്ള അധികാരത്തിനു വേണ്ടിയല്ല, ഇവിടെയുള്ള സുഖത്തിനു വേണ്ടിയല്ല. ഏതൊരു പണക്കാരൻ ബിസിനസ് നടത്തുമ്പോഴും ഏതൊരു ജോലിക്കാരൻ ജോലി ചെയ്യുമ്പോഴും അവന്റെ മനസ്സിലുണ്ടാകേണ്ട ലക്ഷ്യമാണ്, നിയ്യത്താണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ആ നിലക്ക് ചെയ്താലോ, അത് നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന്റെ വിവരം പഠിച്ചാലോ അതിനും അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. അദ്ദീനു യുസ്റുൻ, ദീൻ എന്ന് പറഞ്ഞാൽ യുസ്റാണ്, അത് ഉസ്റല്ല. അങ്ങനെ ഉസ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ദീനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന പുതുതലമുറയെ നമ്മൾ കാണേണ്ടി വരുന്ന കാലമാണിത്. സുബ്ഹാനല്ലാഹ്, മതത്തെ അവർ കൃത്യമായി പഠിച്ചില്ല, ഇൽമിന്റെ വഴിയിലേക്ക് വരാൻ അവർക്ക് പറ്റിയില്ല. അവർ കുറച്ചു ദിവസം മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. അതെന്തിനാണ്? ഉമ്മയുടെയും വാപ്പയുടെയും നിർദ്ദേശം പാലിച്ചിട്ടാണ്. മദ്രസ കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, രക്ഷിതാക്കളും ആലോചിച്ചിട്ടില്ല, ആ മക്കളും ആലോചിച്ചിട്ടില്ല. അപ്പൊ പരീക്ഷ എഴുതി കഴിഞ്ഞതോടുകൂടി അതവിടെ അവസാനിച്ചു. രക്ഷിതാക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾക്ക് ദീനിയായ വിവരം കൊടുത്താൽ അവർ ഇസ്ലാമിൽ അഭിമാനമുള്ള ആളുകളായി മാറും. ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിക്കും. അങ്ങനെ പഠിക്കുന്ന സാഹചര്യം പുതിയ കാലത്തുണ്ടാക്കൽ നമുക്ക് അനിവാര്യമാണ്. കേവലം മദ്രസയിലെ പഠനം കൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത്. ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. കാരണം അവർ അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ. ആ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ പഠിക്കുന്നത് എന്താണ്? മൂല്യങ്ങളല്ല, ധാർമ്മികതയല്ല, ആത്മീയതയല്ല, മനുഷ്യത്വപരമായ കാര്യങ്ങളുമല്ല. പിന്നെ എന്താണ്? അവർ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്, അവർ A+B² കുറിച്ച് പഠിക്കുന്നുണ്ട്. അതെ, അവരതെ പല തിയറികളും പഠിക്കുന്നുണ്ട്. കോസ് തീറ്റയെ കുറിച്ച്, അങ്ങനെ പലതിനെ കുറിച്ചും അവർ പഠിക്കുന്നുണ്ട്. ചലനശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ ഒരുപാട് തിയറികളാണ്. പക്ഷേ അവര് സ്വഭാവത്തെ കുറിച്ച് അവിടെ വെച്ച് പഠിക്കുന്നില്ല. അവരതാ അതേ കടപ്പാടുകളെ കുറിച്ച് പഠിക്കുന്നില്ല. ഇതൊന്നും പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളില്ല. പുതിയ ചർച്ച എന്താണ്? പുതിയ ചർച്ച പലതും പുതുതായി പഠിക്കണം പോലും. ആ പഠിക്കേണ്ടത് എന്താണ്? അതേ, ഒരാൺകുട്ടി പെൺകുട്ടിയോട് തുറന്ന് സംസാരിക്കണം. അവിടെ ശരീരത്തിലെ ഓരോ അവയവത്തെ കുറിച്ച്, ശരീരത്തിന്റെ ഭാവമാറ്റങ്ങളെ കുറിച്ച്, അവർക്കുണ്ടാകുന്ന പ്രകൃതിപരമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ അവസരമുണ്ടാകണം. ഇതാണ് പുതിയ പാഠ്യപദ്ധതിയിലെ പരിഷ്കരണമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാല് ഒരാണും പെണ്ണും നേരിട്ട് സംസാരിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും നേരിട്ട് തുറന്നു പറയണം. അവരുടെ ആന്തരികമായ അവയവങ്ങളെ കുറിച്ച് പോലും ആൺകുട്ടി പെൺകുട്ടിയോടും പെൺകുട്ടി ആൺകുട്ടിയോടും സംസാരിക്കുന്ന അവസ്ഥ വേണം. മാത്രമല്ല, ആണും പെണ്ണും ഒന്നായിരിക്കണം. കളിസ്ഥലങ്ങളിലും ക്ലാസ് റൂമുകളിലും പഠനേതര സന്ദർഭങ്ങളിലും ആ ജനറൽ സമത്വത്തെ ഉണ്ടാക്കാനുള്ള പ്രത്യേകമായ ശ്രദ്ധ വേണം. പരിഷ്കരണത്തിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ദീർഘമായ പുസ്തകത്തിൽ എഴുതി വെച്ച വാചകങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. എന്റെ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലൂടെ എന്താണ് സംഭവിക്കുക? സാംസ്കാരികമായ അപജയമുണ്ടാകും. ചില കാര്യങ്ങൾ അതിൽ ലജ്ജയുണ്ടായിരുന്നു. ആ ലജ്ജ ഹയാഇന്റെ എല്ലാ വാതിലുകളും എല്ലാം മറകളും നീങ്ങിപ്പോകും. ഹയാ നീങ്ങിയാലോ പിന്നെ തോന്നിവാസങ്ങളാണ് അവിടെ. പലതിനും മറകൾ ഈ ഹയാ ആണ്. അതുകൊണ്ടാണ് അൽ ഹയാഉ, ഹയാ എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഒരു ശാഖയാണ് എന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആ ഹയാ മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിൽക്കണം. അപ്പോൾ ഈമാൻ ഉറക്കും, തഖ്വ ഖൽബിലുണ്ടാകും. ഹയാ അങ്ങ് നീങ്ങിയാലോ പിന്നെ നെറികേടാ, അനാവശ്യങ്ങളാ. ആ അനാവശ്യമായ നെറികേടിന്റെ വഴിയിലേക്ക്, സാംസ്കാരിക ശൂന്യമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ പഠിച്ചു വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ മാറണം. അങ്ങനെ മാറ്റിക്കൊണ്ടുവരണം. കാരണം അങ്ങനെ ആശയങ്ങൾ രൂപപ്പെടുത്തിയവരുടെ മനസ്സിലുള്ളത് മതം ഇവിടെ പൊളിയണമെന്നാണ്, മതമില്ലാത്ത ഒരു മനുഷ്യനുണ്ടാകണമെന്നാണ്, ലിബറൽ ചിന്താഗതികൾ കടന്നു വരണമെന്നാണ്. ആ നിലക്കുള്ള ആശയങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണ് ഈ പരിഷ്കരണം രൂപപ്പെടുത്തുന്നത് എന്ന് ബലമായും സംശയിക്കേണ്ടി വരികയാണ്. അതിന് വിദ്യാർത്ഥികളെ പാകപ്പെടുത്തുകയാണ്. ഇപ്പൊ എന്താ നടക്കുന്നത്? ഇപ്പൊ രക്ഷിതാക്കളൊക്കെ വിളിക്കുന്നതിന് മുമ്പ് അധ്യാപകന്മാരെ മുഴുവനും വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചിട്ട് കൊടുക്കുന്ന എന്താണ്? ഈ പാഠ്യപദ്ധതിയുടെ പരിഷ്കാരത്തെ കുറിച്ച് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോ മക്കളൊക്കെ പാകപ്പെട്ടാല് എല്ലാവരും ഞങ്ങൾ റെഡി എന്ന് പറയാൻ നിൽക്കുകയാണല്ലോ. അതാണല്ലോ പുതിയ കാലത്തിന്റെ ട്രെൻഡ്. നിങ്ങൾ ആലോചിക്കണം, എത്രമേൽ ദയനീയമാണ് കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആണും പെണ്ണും തമ്മിലുള്ള അകലമൊക്കെ പോയി, അതൊക്കെ നഷ്ടപ്പെട്ടു. ഇനിയോ ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആ ഇരിക്കുന്നത് കണ്ടാൽ, ഒരു അന്യ പെൺകുട്ടിയും ഒരു അന്യ ആൺകുട്ടിയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടാൽ, ഒരാൽമരത്തിന്റെ മുകളിലോ ബസ് സ്റ്റോപ്പിന്റെ ഇടയിലോ ഒന്ന് ഇരിക്കുന്ന കണ്ട് എല്ലാ മക്കളെ നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചോദിച്ച ആള് സദാചാര ഗുണ്ടയാകും. അയാളെ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. അങ്ങനെ ധാർമ്മികമായ തലങ്ങളിൽ ആലോചിക്കുന്ന അധ്യാപകന്മാർ തങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിനികളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സംസാരിച്ചപ്പോൾ ആ സംസാരിച്ചതിന്റെ പേരിൽ ആ വിദ്യാർത്ഥികൾ കൊടുത്ത കേസിന്റെ കാരണം കൊണ്ട് അടിക്കുള്ളിൽ കിടന്നിട്ടുള്ള അനുഭവം കേരളത്തിലെ അധ്യാപകന്മാർക്കുണ്ട്. ഇത് കഥയല്ല, സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ അത് പറയാൻ പോണില്ല. എനിക്ക് പരിചയമുള്ള അധ്യാപകന്മാരുണ്ട്, കോളേജുകൾ പഠിപ്പിക്കുന്നവർ. ഡിസിപ്ലിൻ ടീം എന്ന് പറഞ്ഞിട്ട് എല്ലാ കോളേജിലും ആളുകളുണ്ട്. അധ്യാപകന്മാരുടെ ഒരു സമിതി ഉണ്ടാവും. അത് അച്ചടക്ക കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായ ഒരു അധ്യാപകനോട് എന്തൊക്കെയാണ് ഇപ്പൊ കഥ എന്ന് ചോദിച്ചപ്പോ ആ അധ്യാപകൻ പറയാണ്, കഥയൊന്നും പറയാനില്ല, കുഴപ്പങ്ങൾ ഒരുപാട് നടക്കും, നമ്മൾ അറിയും, ഒരു വിചാരണ നടക്കും, തൽക്കാലം കണ്ണു ഞെമ്പും. ഇതാണ് നമ്മളിപ്പോ ചെയ്യുന്ന ഏർപ്പാട്. അതിന്റെ അങ്ങനെയെന്ന് ചോദിച്ചപ്പോ അതിന്റെ അപ്പുറത്ത് നമ്മളൊരു ആക്ഷനിലേക്ക് പോയാൽ അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു? നിയമത്തിന്റെ പഴുതും പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാകും. തൽക്കാലം ജോലിക്കും കേടുവേണ്ട, തടിക്കും കേടുവേണ്ട, ഇങ്ങനാണ്ട് പോട്ടെ എന്നാണ് അധ്യാപകന്റെ മറുപടി. സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിയമത്തിന്റെ പരിരക്ഷയുണ്ട്. പക്ഷേ അതെടുത്തുപയോഗിക്കുന്നത് അന്യായമായി ഉപയോഗിക്കുകയാണ്. അതാണ് പുതിയ കാലത്തിന്റെ സാഹചര്യം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എന്തിനാണ് ചേർന്നിരുന്നെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മടിയിൽ കയറിയിരിക്കും എന്നാണ് ഉത്തരം. അങ്ങനെ മടിയിൽ കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. ഈ കേരളത്തിലെ ഒരു കലാലയത്തിൽ നിന്ന് അത് നമ്മൾ കാണേണ്ടി വന്നു. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ എന്താ, നിങ്ങൾക്കെന്താ ഛേദം എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ആരുടെ മുഖത്തേക്കാണ്? രക്ഷിതാക്കളുടെ മുഖത്തേക്കാണ്. നന്മ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലേക്കാണ്. ധാർമ്മികത പുലരണമെന്ന് കൊതിക്കുന്ന ആളുകളുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ്. ഇത്രയും തീക്ഷ്ണമായ ചോദിക്കാൻ മാത്രം ധിക്കാരപരമായ മനസ്സുള്ള മാനസികാവസ്ഥയിലേക്ക് പുതിയ കാല തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വേറേതോ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് വിചാരിച്ച് ആശ്വസിക്കണ്ട. അങ്ങനെ വിചാരിച്ച് ആരും ആശ്വസിക്കണ്ട. വളർന്നു വരുന്ന പുതുതലമുറയുടെ മനസ്സിൽ
ഈ ഉമ്മത്തിൽപ്പെട്ട വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ മനസ്സിൽ പോലും ഈ ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആയാൽ എന്താ? അതൊക്കെയല്ലേ വേണ്ടത്? അതൊക്കെയല്ലേ എന്റർടൈൻമെന്റ്? പണ്ട് കോളേജിലും സ്കൂളിലും പഠിക്കാനതിന് പോക്ക്, ഇപ്പൊ ആസ്വദിക്കാനാണ്. പണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വാപ്പയും ഉമ്മയും ഉന്തി പറഞ്ഞേക്കണം. ഇപ്പോ ഒറ്റ ദിവസം കുട്ടികൾ കോളേജ് ലീവാക്കൂല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന അനുഭവം ആർക്കില്ല. എല്ലാ മുതിർന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും പോവും. പോയില്ലെങ്കിലാണ് അസ്വസ്ഥത. കാരണം അവിടെ പോയാൽ പഠിക്കലല്ല, പഠിക്കലൊരു സൈഡാ. പഠിക്കുന്നതിനേക്കാളും അപ്പുറത്ത് അവിടെ എന്റർടൈൻമെന്റ് ആണ്. ആടാൻ, പാടാൻ, ആസ്വദിക്കാൻ, ആഘോഷിക്കാൻ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ഒരു കോളേജിലെ യൂണിയൻ ഇനാഗുറേഷൻ പണ്ട് കാലത്ത് ഒരു സാംസ്കാരിക നായകനോ അല്ലെങ്കിൽ നല്ല വിവരമുള്ള ഒരു അക്കാഡമിഷ്യനോ ഒക്കെ ആയിരുന്നു ഉദ്ഘാടനം ചെയ്യാറുള്ളത്. ഇന്നാരാ ഉദ്ഘാടനം ചെയ്യാറുള്ളത്? ഇന്ന് സെലിബ്രിറ്റികളാണ്. ആടാനും പാടാനും പറ്റുന്ന ആളുകളെയാണ് ഉദ്ഘാടനത്തിന് വേണ്ടി അവർ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ക്യാമ്പസിന്റെ കൾച്ചർ മാറിയിട്ടുണ്ട്. ക്യാമ്പസിന്റെ കൾച്ചർ എന്താണ്? വിവരമുണ്ടാക്കാന്നല്ല, അടിച്ചു പൊളിക്കുക, ആസ്വദിക്കുക, സർവ്വ സ്വാതന്ത്ര്യം. ഞങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൈയിടാൻ നിങ്ങൾ വരണ്ട, ചോദിക്കാൻ നിങ്ങൾ വരണ്ട. ഇതാണ് പുതിയ തലമുറയുടെ ഛേദം, അവരുടെ പ്രതികരണം. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള കുട്ടികൾ പഠിക്കുന്ന വളരെ കുറച്ച് മാത്രം അമുസ്ലിമീങ്ങളുള്ള മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കുട്ടികൾ വല്ലാതെ ഇങ്ങനെ കണ്ടം ചാടി മറികടന്ന് ഇങ്ങനെ പോയപ്പോ അങ്ങനെ ചില അസ്വസ്ഥമായ ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോ ആ അറിഞ്ഞ സമയത്ത് അതില് പെടാൻ പാടില്ലാത്ത നല്ല കുടുംബത്തിലെ ചില കുട്ടികളെ വിളിച്ചിട്ട് ഈ അധ്യാപകനെ ഉപദേശിക്കാൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. അങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ചോദിക്കാണ്, സാറേ നിങ്ങൾ എന്തിനാ ഒരു മഞ്ഞക്കണ്ണുകൊണ്ട് ഞങ്ങളെ കാണുന്നത്? നിങ്ങളെ കണ്ണിനാണ് കുഴപ്പം. ഇതാണ് ആ പെൺകുട്ടിയുടെ പ്രതികരണം. ഒരു പെൺകുട്ടിയുടെ പ്രതികരണം ഇതിങ്ങനെ നിരീക്ഷിച്ച സാറുടെ കണ്ണിനാണ് കുഴപ്പം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന ഒരു പ്രതികരണം. സുബ്ഹാനല്ലാഹ്. നല്ല മതചിട്ടയിൽ ജീവിക്കുന്ന കുടുംബത്തിലെ കുട്ടികളെ വിളിച്ചിട്ട് ഉപദേശിക്കുമ്പോ ഇത്തരം മറുപടി കേൾക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആ മക്കളെ മനസ്സിൽ ദീനെവിടെ, ഇസ്ലാം എവിടെ, മതമെവിടെ, മുത്തുനബി എവിടെ? ഇത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതല്ലേ? ഇതാണ് പുതിയ കാലത്തിന്റെ സാഹചര്യം. ഒരു ക്യാമ്പസിലെ കുട്ടിയോട് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ഇഷ്ടം ചെറുത്താനോടാണ്. അവർ പറഞ്ഞു അവരോട് സാത്താനോടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രണയം സാത്താനോടാണ് എന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പൊ ചോദിച്ചു എന്താണ് അതിന് കാരണം? അതൊന്നുമില്ല, ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ ശത്രുവാണ്, നമ്മളെ സ്നേഹിതൻ അതെന്താണ്? പിശാചാണ്. കാരണം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള സ്വാതന്ത്ര്യം, മദ്യം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം, പെണ്ണുമായി യാതൊരു പ്രയാസമില്ലാതെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം തരുന്നത് ആരാണ്? പിശാചാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും അതിനെ കൂടെ നിൽക്കുന്നതും പിശാചാണ്. അപ്പൊ നമ്മളെ ശരീരത്തിന്റെ സന്തോഷത്തിന് ആവശ്യമുള്ള എല്ലാ സംഗതിയും തരുന്നത് പിശാചാണെങ്കിൽ ആ പിശാചിനെയല്ലേ ഞങ്ങൾ സ്നേഹിക്കേണ്ടത്, ഞങ്ങൾ ആരാധിക്കേണ്ടത്? അതൊക്കെ ഇതിനൊക്കെ വിരുദ്ധമായി നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പേടിക്കുന്നതെന്നാ ചോദ്യം. അത്രമേൽ ചോദ്യങ്ങൾ വരുന്നൊരവസ്ഥയിലേക്ക്, അത്രയും ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യം ചെറിയ ചോദ്യമല്ല, ഈമാന് പോലും നശിച്ചു പോകുന്ന ചോദ്യമാണത്. രസകരമായി കേട്ടുപോകേണ്ട ചോദ്യമല്ല. സുബ്ഹാനല്ലാഹ്. ഈ ഭൗതികമായ ലോകത്തിന്റെ നശ്വരമായ ചില സുഖങ്ങളെ മാത്രം മുന്നിൽ വെച്ച് അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്ന സാത്താനെ പ്രണയിക്കുന്നവരും നിന്റെ ഭൗതികമായ ലോകത്തെ ജീവിതത്തിന്റെ നല്ല ജീവിതത്തിന്റെ സുരക്ഷിതത്വം ആഗ്രഹിച്ച് അതിന്റെ സന്തോഷപൂർണമായ ജീവിതത്തിന്റെ വഴിയെ കൊതിച്ച് സമാധാനപൂർണമായ ഈ ലോകത്തെ ജീവിതത്തെ കൊതിച്ച് പടച്ച റബ്ബ് പറഞ്ഞ കാര്യങ്ങള് അവഗണിക്കുകയും ചെയ്യുന്ന കാലമല്ലോ. പടച്ചോനെതിരായി അല്ല നിൽക്കുന്നത്. സാധുക്കൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്.
അവരെ മനസ്സ് അങ്ങനെയാണ് പോയത്. അള്ളാഹു യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥിയുടെ ദീർഘകാല ജീവിതത്തെ താല്പര്യപ്പെടുന്നു, ആ കുട്ടിയുടെ ആരോഗ്യത്തെ താല്പര്യപ്പെടുന്നു, ആ കുട്ടിയുടെ മാനസികമായ സ്വസ്ഥതയെ താല്പര്യപ്പെടുന്നു. ഇതാണ് മതം ആഗ്രഹിക്കുന്നത്, റബ്ബ് ആഗ്രഹിക്കുന്നത്, വല്ലാതെ സ്നേഹിക്കുന്നത് റബ്ബാണ്. പക്ഷേ ആ റബ്ബിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ ഈ വളർന്നു വരുന്ന മകന് കഴിയുന്നില്ല, മകൾക്ക് കഴിയുന്നില്ല. അവള് പറയുന്നതാണ് ലിവിങ് ടുഗദർ അല്ലേ നല്ലത്, എന്നാ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആയിക്കൂടെ, വാപ്പാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആകണ്ട ഇല്ലല്ലോ എന്ന ചോദ്യാണ്. പക്ഷേ ആ പെണ്ണിന്റെ മനസ്സിൽ ആലോചന പോകുന്നില്ല. ഇന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ വേറെ ഏതെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ട് എപ്പോഴാണ് പോവുക എന്നറിയില്ല. കാരണം ആർക്കും എപ്പം പോവാലോ. ഈ കുടുംബ സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ കെട്ടുപിടിച്ച് പോകാൻ പറ്റാത്തത്. അതേസമയം ഈ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോകണം എന്നാണ് പുതിയ കാലത്ത് ആഗ്രഹിക്കുന്നത്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോയാൽ എന്താ അവസ്ഥ? ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. കാരണം ഇന്ന് പെൺകുട്ടി ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നിൽക്കുമ്പോൾ രാത്രി ഇങ്ങനെ ആലോചിക്കുകയാണ്, പഠിച്ചോനെ ഇന്നെ ഉപയോഗിച്ചിട്ട് രാവിലെ ഇവൻ പോവോ വേറെ പെണ്ണിന്റെ കൂടെ എന്ന ബേജാറിലായിരിക്കും രാത്രിയോളുണ്ടാവുക. നാളെ പകലില് മറ്റൊന്റെ ആലോചന എന്താണ്, ഇന്നലുണ്ടായിരുന്ന എന്റെ പെണ്ണ് ആ പെണ്ണ് വേറെ ആളെ കൂടെ പോവാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ആർക്കും ഇഷ്ടപ്പെട്ടവരുടെ എപ്പോഴും പോവാന്നല്ലേ തിയറി. ആ തിയറി ഇവിടെ വന്നാൽ മാനസിക അസുഖമുള്ള ആള് കൂടും. ഇത് വെറുതെ പറയല്ല, അത് മനസ്സിലാകണം. യൂറോപ്പിനെ പഠിച്ചോളൂ, യൂറോപ്പിനെ പഠിച്ചോളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത് ആണ് എന്ന് ലോകതലത്തിൽ കണക്കെടുത്താൽ യൂറോപ്യൻ കൺട്രികളാണ് ഫസ്റ്റ് ഉണ്ടാകുക. അതേസമയം മാനസിക ആരോഗ്യം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് അന്വേഷിച്ചാൽ അതവിടെ ഉണ്ടാവില്ല, അതവിടെ ഉണ്ടാവില്ല. കാരണം ഹാപ്പിനെസ്സിന് മാനദണ്ഡമായി അവർ പറയുന്നത് ഈ അടിച്ചുപൊളിയാ, ഈ ആർഭാടങ്ങളാ, എന്തുമാകാം എന്നതിനെയാണ് ആ ഹാപ്പിനെസ്സിന്റെ മാനദണ്ഡമായി അവർ കാണുന്നത്. എന്നാൽ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകുക എന്നുള്ളതാണ്. ആ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകുന്ന ആ സ്വസ്ഥതയുടെ അതാണ് മാനസിക ആരോഗ്യം. ആ മാനസിക ആരോഗ്യത്തിന് മുന്നിൽ നിൽക്കുന്നത് യൂറോപ്പല്ല. എന്തുകൊണ്ട്? എല്ലാരും ബേജാറിലാണ്, എല്ലാരും അസ്വസ്ഥതയിലാണ്. അമേരിക്കയ്ക്ക് ഇന്ന് ഏറ്റവും വലിയ ദുരന്തം എന്താണ്? അമേരിക്കയ്ക്ക് ഇന്ന് ഏറ്റവും വലിയ ദുരന്തം ഫാദർലെസ് സൺസ് ആണ്, വാപ്പയില്ലാത്ത മക്കൾ. ഇടക്കിടക്ക് കലാപം ഉണ്ടാകുന്നുണ്ടല്ലോ, വംശീയ കലാപങ്ങൾ. ഈ വംശീയ കലാപത്തിന്റെ അകത്തുള്ള കാര്യം എന്താണ്? ആ അകത്തുള്ള കാര്യമെന്ന് പറയുന്നത് വാപ്പയില്ലാത്ത മക്കളാണ് ആ രാജ്യത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഇതെന്റെ വകയല്ല, ലോകത്ത് ഔദ്യോഗികമായ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാൻ ഇതെന്തിനാ സൂചിപ്പിച്ചതെന്നറിയോ? മതം ശാശ്വതമായ സമാധാനത്തിലേക്ക് വിളിക്കുന്നു, സ്വസ്ഥമായ ജീവിതത്തിലേക്ക് വിളിക്കുന്നു, അതേ യഥാർത്ഥ സന്തോഷത്തിലേക്ക് വിളിക്കുന്നു. അത് പുതുകാല തലമുറക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മനസ്സിലാകാതെ പോയ എന്തുകൊണ്ടാണ്? മതത്തെക്കുറിച്ച് അവർ വേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. മതത്തിനെ കുറിച്ച് അവർ വേണ്ട രൂപത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ്. അവരുടെ മനസ്സിൽ മതത്തെക്കുറിച്ച് മനഃശാസ്ത്രപരമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അവർക്ക് മനസ്സിലാകും ഇതാണ് ശരി, ഇതൊക്കെ തെറ്റാണ്. കാരണം മദ്യം കുടിച്ചാൽ എന്റെ കിഡ്നി വീക്കാകുകയാണ്, കരളിന് പ്രശ്നമാണ്, ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ നഷ്ടമാകുകയാണ്, ക്യാൻസർ രോഗിയാകുകയാണ്. ഞാൻ എന്റെ നാക്കിന്റെ തുമ്പത്തോ കവിളിന്റെ പാർശ്വങ്ങളിലോ വല്ല സ്റ്റിക്കർ ഒട്ടിച്ചാൽ കാലങ്ങളെ കൊണ്ട് എനിക്ക് ക്യാൻസർ വരികയാണ്. ഇനി ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോഴോ വിഭ്രാന്തിയാണ്. പിന്നെ ആ ചെറുപ്പക്കാരന് നേരെ നിൽക്കാൻ കഴിയൂല, പിന്നെ ആ ചെറുപ്പക്കാരന് നേരെ നിൽക്കാൻ കഴിയൂല. ശരീരത്തിന് ഇങ്ങനെ വിറയലുണ്ടാകും. നിത്യമായി ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ആ സമയമായാൽ പിന്നെ ശരീരം നിലനിൽക്കൂല, വിറയല് വരും. അപ്പൊ വിറയല് മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇത് വീണ്ടും ഉപയോഗിക്കണം. അതിന്റെ ഉപയോഗത്തിന്റെ വർധനമായാലോ പെട്ടെന്ന് അസ്തമിച്ചു പോകും, ജീവിതം തന്നെ തുലഞ്ഞു പോകും. ഇതല്ലേ നമ്മൾ കാണുന്നത്? സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയുടെ മക്കളുടെ ആരോഗ്യം മുഴുവനും നശിക്കുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നു, ജീവിതത്തോട് മടുപ്പുണ്ടാകുന്നു. ഇങ്ങനെയുള്ള
ദുരന്തത്തിലേക്കാണ് സാത്താൻ വിളിക്കുന്നതെങ്കിൽ, അങ്ങനെ ശരീരത്തിന് വിറയലില്ലാതെ, മാനസിക അസ്വസ്ഥതയില്ലാതെ, മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതെ, വല്ലാത്ത സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഒരു ജീവിതം വേണോ മോനെ? വരൂ, ഇസ്ലാമിലേക്ക് വരൂ. ഇതാ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണ്ടേ? അത് പഠിപ്പിച്ചാലല്ലേ അവർ ഇസ്ലാമിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മദ്രസ പഠനം അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ മക്കളുണ്ട്, അതേ പല നാട്ടിലുള്ള മക്കൾ ഇവിടെ വന്ന് പഠിക്കുമ്പോ അതിന് പുറമെ നാട്ടിലുള്ള വളർന്നു വരുന്ന ഇത്തരം മക്കള് രക്ഷിതാക്കളെ ഉസ്താദുമാരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട്, നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ, ആലിമീങ്ങളൊരു തലോടൽ ഒരു പഴഞ്ചനായി കാണേണ്ടതില്ല, അതേ അപരിഷ്കൃതമായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ? അതേ ഇൽമിന്റെ അഹ്ലുകാരോട് സുഹബത്തുണ്ടായാൽ അതിന്റെ മാറ്റം അവരിൽ ഉണ്ടാകും കേട്ടോ. അത് ഇൽമിന്റെ ഒരു ബറക്കത്താണ്. കാരണം ഇൽമിന്റെ അഹ്ലുകാരുള്ളയിടത്ത് റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഉണ്ടാകും. ഇൽമ് പറയുന്ന സ്ഥലത്തോ അവിടെ റഹ്മത്തിന്റെ മലായിക്കത്തുണ്ടാകും. ആ റഹ്മത്തിന്റെ മലായിക്കത്തുള്ളയിടത്ത് പിശാചിന്റെ സാന്നിധ്യമില്ല. ആ പിശാചിന്റെ സാന്നിധ്യം ഇല്ലാത്തയിടത്ത് നിന്ന് ഈ കുട്ടികളെ മനസ്സ് നന്നായി കിട്ടും. അൽഹംദുലില്ലാ. സയ്യിദ് അവറുകൾ ഞാൻ ചുരുക്കുക ഒരു കാമണിക്കൂർ കൂടെ പറയും. എന്നോട് നേരത്തെ പറഞ്ഞത് മാക്സിമം സമയത്തിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇൽമിന്റെ അഹ്ലുകാരുള്ളയിടത്തും ഇൽമു പറയുന്നയിടത്തും അവിടെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഉണ്ടാകും. ആ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഉള്ളയിടത്ത് പിശാച് ഉണ്ടാവില്ല. പിശാചില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മക്കളൊന്ന് വന്ന് ചേർന്ന് ഇരുന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം ചെലവഴിച്ചാൽ ആ മക്കളെ ഹൃദയാന്തരങ്ങളിലേക്ക് ഒരാത്മീയമായ ചെറിയൊരരുണനം ഉണ്ടാകുമല്ലോ, സ്വാധീനമുണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടായി കിട്ടിയാൽ വാപ്പാര് രക്ഷപ്പെട്ടു, ഉമ്മമാര് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ പുതിയ കാലത്തെ സംസ്കാരത്തിനനുസരിച്ച് നമ്മളെ മക്കള് മാറിപ്പോയാൽ 5 നേരം നിസ്കരിക്കുന്ന വാപ്പയും ഉമ്മയുമില്ലേ, അവര് വിരല് കടിക്കേണ്ടി വരുമല്ലോ, ദുഃഖിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ അസ്വസ്ഥമായൊരു ജീവിതം നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഇൽമിന്റെ അഹ്ലുകാരോട് നമ്മൾ മഹബത്ത് വെക്കുക, നമ്മളെ മക്കളെ ഇൽമിന്റെ അഹ്ലുകാരാക്കി മാറ്റുക. ഒരു മകനെങ്കിലും ആലിമാക്കണമെന്ന രക്ഷിതാക്കളെ നിങ്ങളൊന്ന് നിയ്യത്താക്കിയാൽ അത് വലിയ ഭാഗ്യമാണ്, വലിയ സന്തോഷമാണ്. കാരണം എന്തേ? മരിച്ചാലും അണമുറിയാതെ നിലനിൽക്കുന്ന സമ്പാദ്യം എന്താണ്? അത് ഇൽമാണ്. എല്ലാം അവസാനിക്കുമല്ലോ. ഇന്നത്തെ അമലും സർവ അമലും മുറിയുമല്ലോ. 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്നെന്താ? ഇൽമിയും തഫഅബിഹി. ബഹുമാന്യരായ ചെറിയ പി ഉസ്താദ് മരിച്ചുപോയി. ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഇവിടെ നിൽക്കുന്നു. ഈ നാട്ടിലും അതേ അവരുടെ ശിഷ്യന്മാരുണ്ട്. അവരെല്ലാ ദിവസവും ഇൽമിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു ഓഹരി എല്ലാ ദിവസവും സബക്കിലിരിക്കുമ്പോ ദർസിലിരിക്കുമ്പോ 6 അടി മണ്ണിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഖബറിലേക്ക് വരുമല്ലോ, ചെന്നു ചേരുമല്ലോ. വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? തടസ്സപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല, ഇല്ല. സാധുവായ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാര് മരിച്ചുപോയവരുണ്ട്. അവരാരുടെ മണ്ണിലാ. എടപ്പാളിനടുത്തൊരു ഉസ്താദിന്റെ ആദരണീയരായ ഉസ്താദുണ്ട്, മുഹമ്മദ് അലി ഉസ്താദ്. എന്നെ വീട്ടിൽ വന്ന് ട്യൂഷൻ പഠിപ്പിച്ച ഉസ്താദ് കൂടെയാ. അല്ലാഹുവേ അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ എന്തെങ്കിലും നന്മ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ അവിടുന്ന് കൂടെ
സബബാ. ഈ പറച്ചിലിന്റെ പ്രതിഫലം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് ലഭിക്കും. എനിക്ക് മാത്രമല്ല, ആ മദ്രസയിൽ പഠിപ്പിച്ച മുഅല്ലിമാകുന്ന ഉസ്താദാകുന്ന ഖബറിലേക്ക് ഈ സമയത്ത് പോകുമല്ലോ. അത് ചെറിയ കാര്യമല്ലല്ലോ. എന്നെ ബുഖാരിയിൽ പഠിപ്പിച്ച CA അബ്ദുറഹ്മാൻ ഉസ്താദ്, അതേപോലെ തന്നെ നെല്ലിക്കുത്ത് ഉസ്താദ്, അതേപോലെ തന്നെ തറുവറ അഹമ്മദ് ഉസ്താദ്, PNK ഉസ്താദ്, അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ സദസ്സിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോ ഇത് എനിക്ക് പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ അവരുടെയും ഖബറിലേക്ക് ഇതിന്റെ ഓഹരി പോകുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദുമാരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ മിസ്ലു സവാബ് അവർക്കും നീ എത്തിക്കണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, ഇൽമിന്റെ അഹ്ലുകാരായാലുള്ള നേട്ടമാണ്. മസ്ജിദുൻ നബവിയിൽ 2 ഹൽഖയുണ്ടല്ലോ. ഒന്ന് ദിക്ർ ചൊല്ലുന്ന ഹൽഖയാണല്ലോ, മറ്റത് ഇൽമ് പറയുന്ന ഹൽഖയാണല്ലോ. മുത്തുനബി അതിവടിയിലൂടെ നടന്നുപോയല്ലോ. അതേ ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരുന്നല്ലോ. ചോദിച്ചു, എന്തേ അവിടെ ഇരിക്കുന്നത്? സ്വഹാബാക്കളോട് മറുപടി പറഞ്ഞല്ലോ, അവിടെ ദിക്റാണ്, പ്രാർത്ഥനയാണ് ശരി. ഇവിടെ ഇൽമാണ്, പ്രാർത്ഥനയുമുണ്ട്, ദിക്റുമുണ്ട്, ഇൽമുമുണ്ട്. ഇവിടെയാണ് ഫളിലുള്ള മജ്ലിസ്. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ഇന്നീ ബുഇസ്തു മുഅല്ലിമാ. ഇൽമിന്റെ അഹ്ലുകാർക്ക് അഭിമാനിക്കാൻ വകുപ്പുള്ള വാചകമാണ്. ഒരു മദ്രസയിലെ മുഅല്ലിമായെങ്കിലും കിട്ടിയാൽ, ഒരു മുദരിസാകാൻ പറ്റിയാൽ, ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളായി മാറിയാൽ മുത്തുനബിയുടെ അനന്തരമല്ലയോ, മുഅല്ലിമീങ്ങളെ നേതാവ് ഹബീബല്ലയോ. മുത്തുനബിയല്ലേ അങ്ങനെ പറഞ്ഞത്. ആ പ്രയോഗത്തെ അതേ യഥാർത്ഥത്തിൽ നമുക്കതിന് യോഗ്യതയില്ലെങ്കിൽ പറയാനെങ്കിലും പറ്റിയാൽ അത് ഭാഗ്യമല്ലേ, അത് സന്തോഷമല്ലേ, അത് അസ്തമിക്കാത്ത സമ്പാദ്യമാണ്. ആ ഇൽമിന്റെ വഴിയിൽ ഇടപെടുന്നവർക്ക് ആരുടെ മണ്ണിൽ കിടക്കുമ്പോ സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഫത്ഹുൽ മുഈൻ ഓതുന്നു, നമ്മൾ മാത്രമാണോ ഓതുന്നത്? അതേ ഏതെങ്കിലും ഒരു ദർസിൽ മാത്രമാണോ ഓതുന്നത്? ശാഫിഈ മദ്ഹബിലെ ഫിഖ് പഠിക്കാൻ ലോകാടിസ്ഥാനത്തിൽ അവലംബമാക്കുന്ന ഗ്രന്ഥം തന്നെയല്ലേ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതേ പഠിക്കുന്നവരില്ലേ, പഠിപ്പിക്കുന്നില്ലേ? വലിയ യൂണിവേഴ്സിറ്റിയിൽ ഔദ്യോഗികമായ ഗ്രന്ഥങ്ങളല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ, എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരാണ്, കോടിക്കണക്കിന് മനുഷ്യരാണ് ആ ഒരു കിതാബ് പാരായണം ചെയ്തു പോകുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വലുതായത്, ആദരിക്കപ്പെട്ടത്, സ്ഥാനം കിട്ടിയത്, ഉന്നതമായ തലത്തിലെത്തിയത് വെറുതെയല്ല. അതിന് കേവലം ഫത്ഹുൽ മുഈൻ മാത്രം പോരെ. അതല്ലേ ഇൽമിന്റെ വഴിയിൽ വന്നാൽ അതിന് ഖിദ്മത്ത് ചെയ്താൽ ലഭിക്കുന്ന നേട്ടം. അത് ചെറുതല്ല, അത് വലിയ സമ്പാദ്യമാണ്. അതിനെ ആരും വില കുറച്ച് കാണണ്ട. ആ അമൂല്യമായ സമ്പാദ്യം എന്റെ മകന് വേണം, എന്റെ ഒരു മകനെങ്കിലും അങ്ങനെ ആയാലോ. അതല്ലെങ്കിൽ എല്ലാ ദിവസവും എന്റെ മകന് ആ ഇൽമിന്റെ വഴിയിലൊന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ കിട്ടിയാലോ അത് ഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ രക്ഷിതാക്കളും ഉമ്മമാരും നിങ്ങളെ മുതിർന്ന കുട്ടികളെ ഈ മഹത്തായ പള്ളിയിൽ ഉസ്താദുമാരോട് പറഞ്ഞിട്ട് അവരെ മുന്നിൽ കൊണ്ടുപോയി ഒന്നിരുത്തിയാൽ ആ മകനൊന്ന് നന്നാകുമല്ലോ. പിന്നീട് വിരല് കടിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ആയി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തങ്ങൾ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ആവർത്തിച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചേ പറ്റൂ, നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിച്ചേ പറ്റൂ. കളികാര്യമാകുന്ന കാലമാണ്. അതേ ലഹുവിനും സമയം കൊള്ളുന്ന കാലമാണ്. അമലിനു വേണ്ടി സമയം ചെലവഴിക്കാൻ മടി തോന്നുന്ന ആളുകൾക്ക് ഇതിനൊന്നും മടിയില്ല. വല്ലാത്തൊരു
ദുനിയാവാ, ആഖിറത്തെ കുറിച്ച് ആലോചനയില്ല. ദുനിയാവിൽ അടിച്ചു പൊളിക്കണമെന്ന ചിന്തയാണ്. ഇവിടെ പത്രാസ് വേണം, ഇവിടെ അഭിമാനം വേണം, ഇവിടെ ആരവങ്ങൾ വേണം. ഇതല്ലേ പലരുടെയും മനസ്സിലുള്ളത്. മുതഅല്ലിമീങ്ങളെ കൽബിൽ പോലും അതേ ഫുട്ബോളിന്റെ ജ്വരം വരുന്ന കാലമല്ലയോ. ഉസ്താദുമാരുടെ കണ്ണും പഠിച്ച് കളി കാണാൻ പറ്റുമോ ആലോചിക്കുന്ന കാലമല്ലയോ. അതിനുവേണ്ടി എന്ത് സംവിധാനമുണ്ടെന്ന് ചിന്തിക്കുന്ന കാലമല്ലയോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ മുതഅല്ലിമീങ്ങളെ നന്നാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, വല്ലാതെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാലമാണ്. ഈമാൻ നമ്മൾ നിലനിൽക്കണം, ഇൽമിന്റെ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, ഇസ്ലാം മുറുകെ പിടിച്ചു ജീവിക്കണം. അത് ഒലിച്ചു പോകുന്ന പ്രത്യയശാസ്ത്രമല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് തകർന്നു പോകുന്ന പ്രത്യയശാസ്ത്രവുമല്ല. അഭിമാനത്തോടെ ഇസ്ലാമിനെ കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ മതം എനിക്ക് ആർജവം നൽകുന്നു, എനിക്ക് അഭിമാനം നൽകുന്നു, എനിക്ക് ഊർജം നൽകുന്നു, എനിക്ക് സർവ്വസുഖങ്ങളും നൽകുന്നു, എനിക്ക് സർവ്വ സന്തോഷങ്ങളും നൽകുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയണം കേട്ടോ. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പടച്ച റബ്ബിലേക്ക് ക്ഷണിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും അങ്ങനെ ഈ ഇസ്ലാമിന്റെ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനത്തോടെ പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ല. അഭിമാനത്തോടെ അങ്ങനെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ തന്റെ എണ്ണം വേണേ. മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മുതഅല്ലിമീങ്ങളെ, ദുനിയാവിന്റെ ചിന്തയൊന്ന് മാറ്റിയിട്ട് ആഖിറത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് അവിടുത്തെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കണം. നമ്മുടെ മനസ്സിൽ ആ ചിന്തയാണ് വേണ്ടത്. കണ്ടില്ലേ മഹാനായ സഈദ് ഇബ്നു ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോ ഒരു പ്രദേശത്തിന്റെ ഗവർണറായി നിയമിക്കുന്നു. ദീർഘമായ സംഭവമാണ്, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഗവർണറായി നിശ്ചയിച്ചപ്പോ അതേ ആള് ആ നാട്ടുകാർക്ക് പരാതിയായി. ചില സന്ദർഭങ്ങളിൽ മഹാനവറുകളെ കാണാനില്ല, രാത്രി സമയത്ത് ലഭിക്കില്ല, ചില ദിവസങ്ങളിൽ ആളെ കിട്ടൂല. പരാതി അമീറുൽ മുഅ്മിനീനിൽ എത്തിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ സഈദ് ഇബ്നു ആമിർ, ജനങ്ങൾ പരാതി പറയുന്നല്ലോ. അപ്പൊ മഹാനായ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ ചോദിക്കുന്നു, പരാതി എന്താണ്? അതേ മഹാനവറുകൾ പറയുന്നു, ഉമർ തങ്ങൾ പറയുന്നു, രാത്രി സമയത്ത് ജനങ്ങളെ നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ സയ്യിദ് ഇബ്നു ആമിർ തങ്ങളെ മറുപടി, ഓ അമീറുൽ മുഅ്മിനീൻ, ശരിയാ, ആ പരാതി ശരിയാ. പക്ഷേ പകല് മുഴുവനും ഞാൻ ഉറങ്ങുന്ന സമയമാകുന്നതുവരെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. രാത്രി സമയം എന്റെ റബ്ബിന്റെ വഴിയിൽ ഞാൻ മാറ്റിവെച്ചതാണ് അമീറുൽ മുഅ്മിനീൻ, വേറെ ഒന്നുമല്ല. എനിക്ക് എന്റെ റബ്ബിനോട് നന്ദി ചെയ്യാനുള്ള സമയമാണ്. പിന്നെ ചോദിച്ചു, ചില ദിവസങ്ങളിൽ നിങ്ങളെ കാണാനില്ലല്ലോ, പരാതി ശരിയാണോ? അതേ, ശരിയാണല്ലോ. എന്തേ? ആ സമയത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ധനിക്കാൻ ഒരു ഡ്രസ്സേ ഉള്ളൂ, വേറെ ഒരു മാറ്റാനുള്ള ഡ്രസ്സില്ല. അതലക്കി വെച്ച പകലിൽ എനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഈ കാരണമങ്ങ് പറഞ്ഞപ്പോഴേക്ക്
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. ആ കണ്ണുനീര് താടിരോമത്തെ നനച്ചു. പിന്നെ ചോദിച്ചു, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മറ്റൊരു പരാതി എന്താണ്? ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് പെട്ടെന്ന് പോയി കളയും. ഇങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതി ശരിയാണോ? ഞാൻ അതും ശരിയാണ്. എന്താണതിനു കാരണം? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊല ചെയ്യുന്ന സമയത്ത് മുസ്ലിമായിരുന്നില്ല. ഞാൻ അപ്പോൾ ഈമാൻ സ്വീകരിച്ചിരുന്നില്ല. ഖുബൈബ് തങ്ങളെ കഴുമരത്തിലേക്ക് ഏറ്റുമ്പോ ഞാനത് കണ്ടു നിന്നയാളാ. ആ സമയത്ത് ഖുബൈബ് തങ്ങളെ റബ്ബിനോടുള്ള മഹബത്തും മുത്തുനബിയോടുള്ള മഹബത്തും എന്നെ ചിന്തിപ്പിച്ചു കളഞ്ഞു. പിന്നെ അന്നത്തെ ദിവസം മുതൽ എന്റെ ഉറക്ക് ഖുബൈബ് തങ്ങൾ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ രംഗം ഓർമ്മ വരുമ്പോൾ ബോധക്ഷയം വരും. അതുകൊണ്ട് ഇവരുടെ മുന്നിൽ ഞാൻ ബോധം കെട്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങ് പോരുന്നതാണ്. യാ അമീറുൽ മുഅ്മിനീൻ, മഹാനായ സഈദ് ഇബ്നു ആമിർ അൽ-ജുബഹി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു. പ്രജകൾ അമ്പരന്നു പോയി. പരാതി പറഞ്ഞവരുടെ മനസ്സ് വേദനിച്ചു പോയി. ഞങ്ങൾക്ക് പരാതിയില്ല, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവലാതിയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഹിംസുകാരായ ആളുകൾ അവിടേക്ക് അതേ ഉമർ തങ്ങളുടെ അടുക്കലേക്ക് എത്തി. നാടിനെ കുറിച്ച് അന്വേഷിച്ചു, ഗവർണറെ കുറിച്ച് അന്വേഷിച്ചു. അപ്പം പറഞ്ഞു, നിങ്ങളെ നാട്ടിലുള്ള ഫുഖറാക്കളെ പേരെഴുതി തരുമോ? അവരിങ്ങനെ എഴുതി കൊടുത്തു. ആ കൂട്ടത്തിൽ ആരുടെ പേരുണ്ട്? സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് അവസാനം പേര് കാണുന്നു. എന്താണ് പേര് കാണുന്നത്? സഈദ് ഇബ്നു ആമിർ തങ്ങളുടെ പേരാണ്. മൻ സഈദ്, ആരാണ് ഈ സഈദ് എന്ന് ചോദിക്കുന്നു. അമീറുനാ, ഞങ്ങൾ അമീറാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഉമർ തങ്ങളെ കൽബ് പൊട്ടി. അതേ ആ നാട്ടുകാരെ കയ്യിലേക്ക് 1000 ദിർഹം അതേ ഒരു പണക്കിഴിയാക്കി കൊടുത്തിട്ട് ഇത് സഈദ് ഇബ്നു ആമിറിനെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. അവര് സന്തോഷത്തോടെ കൊണ്ടുപോയി കൊടുത്തു. സഈദ് ഇബ്നു ആമിർ തങ്ങളെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. സഈദ് ഇബ്നു ആമിർ തങ്ങൾ അത് നോക്കിയപ്പോ മനസ്സിലായി ഇത് പണക്കിഴിയാട്. ഉടനെ വല്ലാത്തൊരു ശബ്ദത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒറ്റ പറച്ചിലാട് മാറിയങ്ങ് നിന്നു. അത്ഭുതപ്പെട്ടു പോയി. വീട്ടിന്റെ അകത്തുനിന്ന് സഹധർമ്മിണി അത്ഭുതപ്പെട്ടു പോയി. വേഗം വന്ന് ചോദിക്കുന്നു, ഓ ഭർത്താവേ, അമീറുൽ മുഅ്മിനീൻ വഫാത്തായി പോയോ? ലാ, അതിനേക്കാളും വലിയ മുസീബത്താണ്. സ്വഹാബാക്കൾക്ക് മുഴുവൻ എന്തെങ്കിലും സംഭവിച്ചോ? ലാ, അതിനേക്കാളും വലിയ മുസീബത്താ. ചോദിച്ചു, പിന്നെ എന്താണ് അതിനേക്കാളും വലിയ മുസീബത്ത്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എന്റെ ആഖിറത്തെ നശിപ്പിക്കുന്ന കാര്യം ദുനിയാവിതാ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ബേജാറിലാണ്. ഇതൊന്ന് കൊടുത്ത് സാധുക്കൾക്ക് കൊടുത്തൊഴിവാക്കുമോ എങ്കിൽ എനിക്ക് സമാധാനമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാന്മാരെ മനസ്സതാണ്, അവരുടെ ചിന്ത ഏതാണ്? നമ്മളെ കൽബിലും അത്തരം ചെറിയ നിലക്കെങ്കിലും ആത്മീയ ചിന്ത വേണം. ദുനിയാവിനോടൊരു ചെറിയ അകലം വേണം. അല്ലാഹുവിനെ ഓർമ്മിക്കണം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. അവിടുത്തെ കഴിയുന്നത് പോലെ ഇത്തിബാഉ ചെയ്യണം. അല്ലാഹു നമുക്കതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിലേക്ക് എല്ലാ ദിവസവും മനസ്സു തിരിയണം.
റൗളയെ കൽബിൽ കാണണം. സലാത്ത് അതെ, അതിന്റെ മജ്ലിസിൽ മാത്രം സലാത്ത് പോരാ, എല്ലാ ദിവസവും ഹബീബിനോടൊരു ആത്മബന്ധം സ്ഥാപിക്കണം. മദീനയിലേക്ക് ആത്മാവിനെ കണക്ട് ചെയ്ത് സ്വലാത്ത് സലാമിന്റെ വചനങ്ങൾ ചൊല്ലണം. അങ്ങനെ മദീനയൊന്ന് വികാരമായി, ഹുജറത്തു ശരീഫ മനസ്സിന്റെ വല്ലാത്തൊരു വികാരമായി. ആ ഹുജറത്തു ശരീഫയെ മനസ്സിൽ കണ്ടിട്ട് മുത്തുനബിയോട് സങ്കടപ്പെടാൻ നമുക്ക് കഴിയണം. മഹാന്മാരെ മുഴുവനും വിജയത്തിന്റെ വഴിയായി കണ്ടത് അതുതന്നെയാണ്. അല്ലാഹു ഹബീബിനെ കൊണ്ട് രക്ഷപ്പെടുന്ന അനുയായികളും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുലൈമാനുൽ ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദലായിലുൽ ഖൈറാത്ത് കോടിയിച്ചവരിൽ അവര് പാടിയത് അങ്ങനെയല്ലേ? യാ റഹ്മത്തുള്ളാഹി ഇന്നി ഖൈഫുൻ വജീലു യാ നിഅമത്തുള്ളാഹി ഇന്നി മുഫ്ലിസുൻ വലൈസ ലി അമലുൻ അൽഖല്ലലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉദ്മാ വ ഈമാനി. പടച്ച റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ നമുക്ക് സമർപ്പിക്കാൻ അമലുകളില്ല. ഹബീബിനോടുള്ള ചെറിയ നിലക്കെങ്കിലുമുള്ള മഹബ്ബത്തുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് രക്ഷപ്പെടണമല്ലോ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ കയ്യിൽ നിസ്കാരമില്ല, നോമ്പില്ല, ഒരുപാട് സദഖ ചെയ്ത കണക്കില്ല, ചെയ്ത അമലുകൾ ന്യൂനതകൾ ഉള്ളതാണ്. നീ അഫൂ ചെയ്താൽ സന്തോഷമാണ്. ആ അമലുകളെ കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെടില്ല. രക്ഷയുടെ മാർഗമായി ഞങ്ങൾക്കുള്ളത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം മാത്രമാണ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കത് നൽകണേ അല്ലാഹ്.